ഗിരിപ്രഭാഷണത്തെക്കുറിച്ചുള്ള നമ്മുടെ ഈ പഠനം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഓർത്തതായ കാര്യം, അതിൻ്റെ പശ്ചാത്തലമാണ് യേശു കർത്താവിനെ അറിയുകയാണ് ആദ്യം ആവശ്യമായിരിക്കുന്നത്. എന്നിട്ടാണ് യേശുവിൻ്റെ ടീച്ചിങ്സ് നമ്മൾ പഠിക്കേണ്ടത്. ഒരിക്കൽ നിത്യചൈതന്യഗതി പറഞ്ഞ ഒരു വാക്ക് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. അതേ പറഞ്ഞ് ക്രിസ്ത്യാനികളെല്ലാം യേശു ക്രിസ്തുവിൻ്റെ രക്തത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ വിലമതിക്കുന്നത് യേശുവിൻ്റെ രക്തത്തെ അല്ല, യേശുവിൻ്റെ വാക്കുകളെയാണ്. അപ്പോൾ യേശുവിൻ്റെ വാക്കുകളെ വിലമതിക്കുകയും യേശുവിനെ മാറ്റുകയും ചെയ്ത ഒത്തിരി പേരുണ്ട്. മഹാത്മാഗാന്ധിയോട് സ്വതന്ത്ര ഭാരതം എങ്ങനെയാണ് ഭരിക്കാൻ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ അടിസ്ഥാന ശില എന്തായിരിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് ഒരാൾ ചോദിച്ചപ്പോൾ ന്യൂ ടെസ്റ്റമെന്റിലെ ഗിരിപ്രഭാഷണം എടുത്ത് കാണിച്ചെന്നാണ് പറയുന്നത്. ഇതനുസരിച്ചാണ് പുതിയ ഇന്ത്യ ഭരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞെന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. പക്ഷേ യേശുവിൻ്റെ വാക്കുകൾ എടുക്കുകയും യേശുവിനെ കളയുകയും ചെയ്യുന്നത് ഒരിക്കലും നമുക്ക് അതൊരു പോസിബിലിറ്റി പോലുമില്ല. ഞാൻ യതിയുടെ വാക്കുകൾ വായിച്ചപ്പോൾ ഞാൻ ആലോചിച്ചു, യേശുവിൻ്റെ രക്തം എന്ന് പറയുന്നത് രക്തമല്ല എന്നതേ വിഷയം. ഇപ്പോൾ രക്തമെന്ന് നമ്മൾ വെറുതെ വർത്തമാനം പറയുന്നതല്ലോ. രക്തം എന്ന് പറഞ്ഞാൽ ദാറ്റ് സേസ് അബൌട്ട് ഹിസ് ഡെത്ത്. ഹി ഡൈഡ്. യേശു മരിച്ചില്ലായിരുന്നെങ്കിൽ, യേശു നമുക്ക് പകരമായിട്ട് മരിച്ചില്ലായിരുന്നെങ്കിൽ യേശുവിൻ്റെ വാക്കുകൾക്ക് എന്താ പ്രസക്തി? കൂട്ടുകാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം കാണിപ്പാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞ യേശു ക്രൂശിക്കപ്പെടുമെന്ന് മനസ്സിലാക്കിയപ്പോൾ പെട്ടെന്ന് തൻ്റെ മുഖരൂപം യൂദാസിന് കൊടുത്തേച്ച് അവിടെ കയറ്റി കിടത്തിയാൽ ആ യേശുവിൻ്റെ പിന്നാലെ ആരെങ്കിലും പോയിട്ട് വല്ല അർത്ഥമുണ്ടോ? മരിക്കുമെന്ന് മനസ്സിലാകുമ്പോൾ പേടിച്ചോടുന്ന ഒരു യേശു ആണെങ്കിൽ ആ യേശുവിൻ്റെ വാക്കുകൾക്ക് എന്താ പ്രസക്തി? അതുകൊണ്ട് യേശുവിൻ്റെ വാക്കുകൾ അതുല്യമാണ് എന്നുള്ളത് ശരി. പക്ഷേ യേശുവിൻ്റെ വാക്കുകളുടെ അതുല്യത എന്ന് പറയുന്നത് അവൻ്റെ വാക്കുകളുടെ മേൽ അവൻ്റെ രക്തം കൊണ്ട് മുദ്രയിട്ടത് കൊണ്ടാണ്. ഇറ്റ് ഈസ് ബിക്കോസ് ഹി ഡൈഡ്. യേശു മരിച്ചതുകൊണ്ടാണ് യേശുവിൻ്റെ വാക്കുകൾക്ക് പ്രസക്തി ഉള്ളത്. അല്ലെങ്കിൽ യേശുവിൻ്റെ വാക്കുകൾ ഒരു വഞ്ചകന്റെ വാക്കുകൾ ആയിപ്പോയേനെ, അല്ലെങ്കിൽ ഒരു ഭ്രാന്തന്റെ വാക്കുകൾ ആയിപ്പോയേനെ, ഒരു ലുനാറ്റിക് ആയിപ്പോയേനെ. പക്ഷേ യേശുവിൻ്റെ വാക്കുകൾ ഒന്നുപോലും നമുക്ക് മാറ്റിക്കളയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? അവൻ്റെ വാക്കുകൾ 100% സത്യമാണെന്ന്, ഉവ്വ് എന്നും ഇല്ല എന്നും ആയിരിക്കണം നിങ്ങളുടെ വാക്കുകൾ എന്ന് പറഞ്ഞ യേശു അവൻ്റെ രക്തം കൊണ്ട് അവൻ്റെ വാക്കുകൾ സത്യമാണെന്ന് തെളിയിക്കുകയാണ്. അതുകൊണ്ട് യേശുവിനെ മനസ്സിലാക്കാതെ യേശുവിൻ്റെ വാക്കുകൾ മനസ്സിലാക്കാൻ കഴിയത്തില്ല. ഒരിക്കലും നിങ്ങൾക്ക് ഗിരിപ്രഭാഷണത്തെ മാറ്റി നിർത്തി പഠിക്കാൻ പറ്റത്തില്ല. ഇതുകൊണ്ടാണ് മത്തായി എന്ത് ചെയ്യുന്നത്? അവൻ്റെ വരവിനെ, അല്ലെങ്കിൽ അവൻ എന്തിനു വേണ്ടി വന്നുവെന്നും അവൻ എങ്ങനെ വന്നുവെന്നും അവൻ ആരാണെന്നും അവൻ്റെ ലക്ഷ്യം എന്തായിരുന്നുവെന്നും ദൈവം എന്ത് ദൗത്യമാണ് അവനെ ഫലമേൽപ്പിച്ചതെന്നും അവൻ എങ്ങനെ അത് നിർവഹിക്കുവാനായിട്ട് തീരുമാനിച്ചുവെന്നും പറഞ്ഞതിന് ശേഷം അവൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടിയാണ് ഇത് എന്ന് തിരിച്ചറിയത്തക്ക രീതിയിൽ ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ള ഒരു സന്ദേശം എന്ന നിലയിലാണ് ഗിരിപ്രഭാഷണം നൽകിയിരിക്കുന്നത്. അപ്പോൾ ഗിരിപ്രഭാഷണം രക്ഷിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് രക്ഷിക്കപ്പെടാനുള്ള ഒരു മാർഗമല്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അതായത് ദൈവരാജ്യത്തിലേക്ക് കടക്കാനുള്ള ഒരു എലിജിബിലിറ്റി അല്ല ഗിരിപ്രഭാഷണം. പ്രത്യുത ദൈവരാജ്യത്തിൽ കടന്നവന്റെ ജീവിത രീതിയാണ്. ദൈവരാജ്യത്തിൽ കടക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം. യേശു കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നിക്കോദിമോസിനോട് പറഞ്ഞിട്ടുണ്ട്, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ല എങ്കിൽ ആർക്കും ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയുകയില്ല. വീണ്ടും ജനനമാണ് ഒരാളെ ദൈവരാജ്യത്തിന്റെ അംഗമാക്കുന്നത്. അൺലെസ് യു ആർ ബോൺ ഫ്രം എബവ്, ഉയരത്തിൽ നിന്ന് പുതുതായി ജനിക്കുന്നു ഇല്ല എങ്കിൽ എന്നാണ് നമ്മൾ വായിക്കുന്നത് മലയാളം വേദപുസ്തകത്തിൽ. ബോൺ എ ന്യൂ, വീണ്ടും ജനിക്കുക, പുതുതായി ജനിക്കുക എന്നുള്ളതാണ് നമ്മളോട് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ എക്സാക്ട്ലി ആ വേർഡ് ഉപയോഗിച്ചിരിക്കുന്നത് അൺലെസ് യു ആർ ബോൺ ഫ്രം എബവ്, ഉയരത്തിൽ നിന്ന് ജനിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല. ഉയരത്തിൽ നിന്നുള്ള ഒരു ജനനമാണ് ഒരാളെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശനം നൽകുന്നത്. വീണ്ടും ജനിക്കാത്ത ഒരു വ്യക്തിയും, അഥവാ ഉയരത്തിൽ നിന്ന് ജനിക്കാത്ത, ദൈവത്തിൽ നിന്ന് ജനിക്കാത്ത ഒരാൾക്കും ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയത്തില്ല. എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ ഞാൻ ആയിരിക്കുന്നത് എൻ്റെ അപ്പനിൽ നിന്ന് ഞാൻ ജനിച്ചതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ വീട്ടിലെ വേലക്കാരനെ ആകത്തുള്ളൂ. എൻ്റെ ഭവനത്തിന്റെ ഭാഗമാകണമെങ്കിൽ. അതുകൊണ്ട് ദാസൻ എന്നേക്കും ഭവനത്തിൽ വസിക്കുന്നില്ല. ദാസൻ കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങി പോകും. പക്ഷേ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറ്റത്തില്ല. ബിക്കോസ് ഐ എം ബോൺ ഇൻ ടു ദാറ്റ് ഫാമിലി. ഞാൻ ആ കുടുംബത്തിൽ എൻ്റെ പിതാവിൽ നിന്ന് ജനിച്ചത് എന്നതുപോലെ കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. വി ആർ ദ ചിൽഡ്രൻ ഓഫ് ഗാഡ്. വെൻ യു ആർ ബോൺ ഫ്രം എബവ്, when you are born of the Spirit,
യു ആർ എ ചൈൽഡ് ഓഫ് ഗാഡ് ആൻഡ് യു ആർ പാർട്ട് ഓഫ് ദ കിങ്ഡം ഓഫ് ഗാഡ്. അതുകൊണ്ട് ദൈവരാജ്യത്തിന്റെ പ്രവേശനത്തിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത്, അതിനുള്ള എലിജിബിലിറ്റി നമുക്ക് നൽകുന്നത് എന്തുകൊണ്ടാണ്? വെൻ യു ആർ ബോൺ അഗെയിൻ. എന്നാൽ വീണ്ടും ജനിച്ച വ്യക്തി എന്തവസ്ഥയിലാണ്, എങ്ങനെ ജീവിക്കണമെന്നാണ് വേദോസം പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഗിരിപ്രഭാഷണം നമ്മെ പഠിപ്പിക്കുന്നത്. ഡോക്ടർ ലൂയിസ് ജോൺസൺ പറഞ്ഞൊരു വാചകമുണ്ട്. കാരാഗ്രഹ പ്രമാണി പൗലോസിനോട് ശിലാസിനോട് ചോദിച്ചു, സഹോദരന്മാരെ രക്ഷിക്കപ്പെടുവാൻ ഞാൻ എന്ത് ചെയ്യണം? ഉടനെ പൗലോസ് പറഞ്ഞോ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം അവർക്കുള്ളത് എന്നാണ് പറഞ്ഞത്. അല്ല, രക്ഷിക്കപ്പെടുവാൻ യേശുവിനെ കർത്താവാക്കണം. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശുക്രിസ്തുവിന്റെ കർത്തൃത്വം അക്സെപ്റ്റ് ചെയ്യുകയാണ്. യേശുക്രിസ്തുവിനെ എന്താണ്, അവന്റെ ലോർഡ്ഷിപ്പ് അക്സെപ്റ്റ് ചെയ്യുകയാണ്. ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് നോയിങ് ഹിം ആസ് എ റിഡീമർ, നോയിങ് ഹിം ആസ് ദ ലോർഡ്. അത് നമ്മൾ തെരഞ്ഞെടുക്കുന്നതായ അവന്റെ ലോർഡ്ഷിപ്പ് നമ്മൾ തെരഞ്ഞെടുക്കുകയാണ്. പക്ഷേ അങ്ങനെ തെരഞ്ഞെടുത്ത് ദൈവത്താൽ വീണ്ടും ജനിപ്പിക്കപ്പെട്ടവരായി ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നവർക്കുള്ള, അവന്റെ ശിഷ്യന്മാരെന്ന് പറയുന്നത് 12 ശിഷ്യന്മാരല്ല, അവനാൽ ജനിപ്പിക്കപ്പെട്ട, യേശുവിനാൽ, ദൈവത്താൽ, ആത്മാവിനാൽ വീണ്ടും ജനിപ്പിക്കപ്പെട്ട, ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ച ഒരു വ്യക്തിയുടെ ജീവിത അവസ്ഥയാണ്. രക്ഷിക്കപ്പെട്ടവർ എങ്ങനെയുള്ള അവസ്ഥയിലാണെന്ന് പറയുന്നതാണ് ശരിക്കും പറഞ്ഞാൽ എന്ത്? ഗിരിപ്രഭാഷണം. ശിഷ്യന്മാരോട് പറയുമ്പോൾ some people call it as an ordination message or ordination address to the 12. 12 പേർക്കുള്ള ഒരു ഓർഡിനേഷൻ അഡ്രസ് ആണെന്ന് ചിലപ്പോൾ പറയാറുണ്ട്. And some people say that this is the Magna Carta of the kingdom. ദൈവരാജ്യത്തിന്റെ മാഗ്ന കാർട്ടാണ്. Or the manifesto of the king. രാജാവിന്റെ നയപ്രഖ്യാപനമാണ്. These are all true. But it is not just for the 12. 12 പേർക്ക് മാത്രമായിട്ട് കൊടുത്തതല്ല ഇത് എന്നുള്ളത് നിങ്ങൾ അറിയണം. It's for each and every one who is becoming a disciple of Jesus Christ in all the history. Even after 2000 years of Christendom, ഇത്രയും ക്രിസ്തീയതയുടെ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും നമുക്കുള്ള എന്താണ് നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് എന്തു തന്നെയാണ്? ഇറ്റ് ഈസ് എ സെർമൺ ഓൺ ദ മൗണ്ട്. പല സ്ഥലങ്ങളിലായിട്ട്, പല ഭാഗങ്ങൾ, ഇപ്പൊ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പല ഭാഗങ്ങളിലായിട്ടാണ് ഇത് പറയുന്നത്. ഒരുപക്ഷെ ഒറ്റയടിക്ക് കർത്താവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന വാക്കുകൾ എന്നുള്ള അർത്ഥത്തിൽ അത് എടുക്കണമെന്നില്ല. മേ ബി ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ക്രൈസ്റ്റ് ഡോക്ട്രിൻസ്. യേശു കർത്താവിന്റെ ഉപദേശങ്ങളുടെ ഒരു കളക്ഷനാണ്. ഇറ്റ് ഷുഡ് ബി എ കളക്ഷൻ. അതുകൊണ്ടാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ സ്കാറ്റേഡ് ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് പറയുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 34-35 വാക്യങ്ങളിലാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ നിങ്ങൾ യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, വെളിച്ചമാണ് അല്ലെങ്കിൽ വിളക്കാണെന്ന് പറയുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിലാണ്. 5-ന്റെ 18 നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ ന്യായപ്രമാണത്തിന്റെ വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറിപ്പോകുവാൻ കഴിയുന്നുള്ളതല്ല എന്ന് പറയുന്നത്. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അത് കാണുന്നത് 16-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിലാണ്. ഞാനിത് ഓടിച്ച് പറഞ്ഞു പോകുകയാണ്. മനസ്സിലാക്കാൻ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇത് ലൂക്കോസിൽ വളരെ പല സ്ഥലങ്ങളിലായിട്ട് സ്കാറ്റേഡ് ആയിട്ട് കിടക്കുകയാണ്. 7-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയാണ് സ്വന്തം കണ്ണിൽ കോലിരിക്കുക മറ്റുള്ളവന്റെ കണ്ണിലെ കരട് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് ചോദിക്കുന്നത്. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അത് കാണുന്നത് നമ്മൾ 6-ാം അധ്യായത്തിന്റെ 37 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിലാണ്. യാചിപ്പിൻ എന്നാൽ നിങ്ങൾ കിട്ടും, അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുമിൻ തുറക്കപ്പെടും എന്നുള്ള ഭാഗം നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിന്റെ 7 മുതൽ 12 വരെയാണ് കാണുന്നത്. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ കാണുന്നതിന്റെ 11-ാം അധ്യായത്തിന്റെ 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലാണ്. എന്നാൽ ഈ ഗിരിപ്രഭാഷണത്തിലെ ഏറ്റവും സത്ത എന്ന് പറയാവുന്ന ബിയാറ്റിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ അനുഗ്രഹവചനങ്ങൾ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, അനുഗ്രഹീതർ എന്ന് പറയുന്ന ആ അനുഗ്രഹ വചനങ്ങൾ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 2 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത് ലൂക്കോസിലും ഏതാണ്ട് ഒരുപോലെ അതിന്റെ ഒരു പാരലലായിട്ട് നമ്മൾ കാണുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 20 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ ഇത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് കാണിക്കാൻ മത്തായി ഉപയോഗിക്കുന്നതായ ഒരു അത് തുടങ്ങുമ്പോൾ പറയുന്ന ഒരു വാക്കുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് ഹി സാറ്റ് ഡൗൺ, അവൻ ഇരുന്ന് അവരോട് ഉപദേശിച്ച് തുടങ്ങിയത് എന്തെന്നാൽ, ശരിക്കും അതിന്റെ ട്രാൻസ്ലേഷൻ അവരോട് ഉപദേശിച്ച് കൊണ്ടിരുന്നത്, ദിസ് ഈസ് വാട്ട് ഹി യൂസ് ടു ടീച്ച് ദം എന്ന് വേണമെങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള
ഒരു ഫ്രേസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ വൺ ടൈം ടീച്ചിങ്. ദിസ് ഈസ് വാട്ട് ഹി യൂസ് ടു ടീച്ച് ദം. ഒരു ദിവസം അവരോട് പറഞ്ഞത് തന്നെയല്ല, ഇതാണ് അവരോട് പറഞ്ഞുകൊണ്ടിരുന്നതെല്ലാം. എപ്പോഴും യേശു അവരോട് പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളുമാണ്. ഇപ്പൊ ഞാനിപ്പോ പല മെസ്സേജസ് ഒരു പക്ഷേ ഒരു 10-20 സീഡിക്കകത്തായിരിക്കും നിങ്ങൾക്ക് എൻ്റെ മെസ്സേജസ് അതിനകത്ത് കിടപ്പുണ്ട്. അപ്പൊ ഏത് മെസ്സേജ് എടുത്താലും ഇറ്റ് ഈസ് ഇന്റർലിങ്ക്ഡ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ സന്ദേശം ഒന്നാണല്ലോ. ആ സന്ദേശം ഓരോരുത്തർക്കും മനസ്സിലാകത്തക്ക നിലയിൽ, ഓരോരുത്തർക്ക് വ്യക്തമാകത്തക്ക നിലയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതേ ഉള്ളൂ. യേശു കർത്താവ് വാസ്തവത്തിൽ അത് തന്നെയാണ് ചെയ്യുന്നത്. യേശു കർത്താവ് എന്ത് ചെയ്യാണ്? ഒരു ഭാഗം ഒരു ആളോട് പറയുമ്പോൾ അവരുടെ പശ്ചാത്തലത്തിൽ ആ കാര്യത്തെ വിശദമാക്കുന്നു. ഇതേ ആശയം തന്നെ വേറൊരാളോട് പറയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ വേറൊരു കാര്യം പറയുമ്പോഴത്തേക്ക് ബേസിക്കലി മെസ്സേജിന് എന്തുണ്ടാകുന്നില്ല? വ്യത്യാസം ഉണ്ടാകുന്നില്ല. വിശദീകരണങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന മെസ്സേജും ചിലപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് വാക്കുകളിൽ എന്തെങ്കിലുമൊക്കെ ഡിഫറൻസസ് നിങ്ങൾ കണ്ടെന്നിരിക്കും. പക്ഷെ ആ വാക്കുകളുടെ ഡിഫറൻസ് അല്ല പ്രാധാന്യം അർഹിക്കുന്നത്. എന്താണ്? ആ മെസ്സേജാണ്. വാട്ട് ഈസ് ദ മെസ്സേജ് ബിഹൈൻഡ് ഇറ്റ്? ആ മെസ്സേജ് ഒരിക്കലും മാറത്തില്ല. ഇപ്പൊ എൻ്റെ ഏത് മെസ്സേജ് നിങ്ങൾ കേട്ടാലും 20 സീഡിക്കകത്തുള്ള ഏത് മെസ്സേജ് കേട്ട് കഴിഞ്ഞാലും മെസ്സേജിന് മാറ്റമൊന്നും ഉണ്ടാകത്തില്ല. മേ ബി അതിന്റെ എക്സ്പ്ലനേഷനിലോ മറ്റുള്ള കാര്യങ്ങളിലോ മാറ്റം ഉണ്ടാകുമായിരിക്കാം. ഇതേപോലെ തന്നെ ഗിരിപ്രഭാഷണം മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് മർക്കോസിന്റെ സുവിശേഷത്തിൽ, അല്ലെങ്കിൽ അതിന്റെ ചില ഭാഗങ്ങളിൽ, അല്ലെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കാണുന്ന ഡിഫറൻസസ് ഒരിക്കലും വേദപുസ്തകത്തിന്റെ ആധികാരികതയ്ക്ക് കോട്ടം വരുത്തുന്നതാണെന്നൊന്നും ആരും ചിന്തിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ അല്ല. ചിലപ്പോൾ ആളുകളൊക്കെ ചോദിക്കും, എനിക്ക് ഈവൻ ഐ ഗോട്ട് സം ഇമെയിൽസ് ലൈക്ക് 101 കോൺട്രഡിക്ഷൻസ് ഇൻ ദ ബൈബിൾ. വേദപുസ്തകത്തിലെ 101 വൈരുദ്ധ്യങ്ങൾ. വേദപുസ്തകം സത്യമല്ല എന്ന് പറയാനായിട്ട് ആളുകൾ അടിച്ചിരിക്കുന്നതാണ്. ഇന്ന ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ഇന്ന ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ല, ഇന്ന ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് ഇന്ന ഭാഗം വ്യത്യസ്തമാണ്, വാക്കുകളിൽ വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് 101 കോൺട്രഡിക്ഷൻസ് ഇൻ ദ ബൈബിൾ. അതുകൊണ്ട് വേദപുസ്തകം ശരിയല്ല. ഞാൻ പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് വേദപുസ്തകം ശരി. അതന്നെ കാരണമുണ്ട്. ബേസിക്കലി ഐ എം എ ജേർണലിസ്റ്റ്. എന്റെ കയ്യിലെങ്ങാണ് ഈ പുസ്തകം എഡിറ്റ് ചെയ്യാൻ തന്നു കഴിഞ്ഞാൽ ഞാനെന്ത് ചെയ്തേനെ? ഈ കോൺട്രഡിക്ഷൻസ് എല്ലാം മാറ്റി പെർഫെക്റ്റ് ആയിട്ടുള്ള, എന്റെ നോട്ടത്തിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബുക്ക് ഉണ്ടാക്കിയേനെ. ഇല്ലേ? അതല്ലേ എല്ലാവരും ആരാണെങ്കിലും ചെയ്യാൻ. ഒരു എഡിറ്ററുടെ കയ്യിൽ ഇത് കയറി കിടന്നായിരുന്നെങ്കിൽ ഇതെന്ത് ചെയ്തേനെ? ഒരു കോൺട്രഡിക്ഷനും ഉണ്ടാക്കാതെ ചെയ്യാനുള്ള ബുദ്ധിയൊക്കെ ആൾക്കാർക്കുണ്ട്. ഇല്ലേ? പക്ഷേ വേദപുസ്തകം ദൈവവചനമായതുകൊണ്ട് അതിന്റെ കോൺട്രഡിക്ഷൻസ് എന്ന് നമുക്ക് തോന്നുന്നതായ വാക്കുകളിലെ ഡിഫറൻസോ മറ്റുള്ളതോ അല്ലെങ്കിൽ സംഭവങ്ങളിലെ വിവരണങ്ങളിലെ വ്യത്യാസങ്ങളോ മാറ്റാനായിട്ട് ആരും പരിശ്രമിച്ചിട്ടില്ലെന്നാണ് അതിന്റെ അർത്ഥം. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. വേദപുസ്തകം തിരുത്തപ്പെട്ടതാണെന്ന് ആളുകൾ പറയുന്ന, അതിനുവേണ്ടി ആളുകൾ പറയുന്ന കാരണം തന്നെ വേദപുസ്തകം തിരുത്തപ്പെട്ടതല്ല എന്നുള്ളതിന്റെ തെളിവാണ്. വേദപുസ്തകം തിരുത്താൻ ആരുടെയെങ്കിലും കൊടുത്തായിരുന്നെങ്കിൽ എന്തോ ഒരു ഈസി ആയിട്ട് നമുക്ക് മായ്ച്ചു കളയാമായിരുന്ന, മാറ്റിക്കളയാമായിരുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട്. പക്ഷേ വേദപുസ്തകത്തെ കൈവെക്കാൻ ഈ പറയുന്ന ഒരാളും തയ്യാറായില്ല. അതുകൊണ്ടാണ് ഈ വിവരണങ്ങളിലെ വ്യത്യാസങ്ങൾ മാറ്റാതെ തന്നെ നമ്മുടെ കയ്യിൽ ഈ വേദപുസ്തകം ലഭിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ലൂക്കോസിലും യോഹന്നാനിലും ഡിഫറൻസസ് ഉണ്ട്. ഇത് തന്നെ ഞാൻ പൊതുവെ വേദപുസ്തകത്തിന്റെ മൊത്തമായ കാര്യം പറഞ്ഞാണ്. ഡിഫറൻസസ് ഉണ്ട്. പക്ഷെ ആ ഡിഫറൻസസ് മാറ്റാനായിട്ട് ഒരു എഡിറ്റർ പരിശ്രമിച്ചിട്ടില്ല. കാരണം എന്താണ്? കർത്താവ് ഒരു ദിവസമല്ലല്ലോ പ്രസംഗിച്ചത്. 3.5 വർഷം അവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? പ്രസംഗിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഈ 3.5 വർഷത്തെ പ്രസംഗം കൂടെ എഴുതി വെച്ച് കഴിഞ്ഞായിരുന്നെങ്കിൽ ഐ എം ക്വൈറ്റ് ഷുവർ എന്താണ്, വേദപുസ്തകത്തിന് ഇത്രയും പേജസ് ഒന്നും പോരാ. അവൻ ഒരിടത്ത് പ്രസംഗിച്ച കാര്യം അത് മറ്റൊരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോഴത്തേക്ക് എന്താണ്, വെൻ ഹി ഈസ് റിപ്പീറ്റിംഗ് ഇറ്റ്, വാട്ട് ഹാപ്പൻസ്? വിവരണങ്ങളിലെ വ്യത്യാസം ഉണ്ടായിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അത്രേ ഉള്ളൂ. അപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിലുള്ള ആ വാക്യങ്ങളുടെ പാരലൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരിടത്ത് അടുക്കി മത്തായി പറഞ്ഞിരിക്കുന്നു. ലൂക്കോസ് അതെന്ത് ചെയ്യുന്നത്? സ്കാറ്റർ ചെയ്ത പല സ്ഥലങ്ങളിലായിട്ട് കിടക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവിടെ ഞാൻ പറഞ്ഞ ട്രാൻസ്ലേഷന്റെ ഡിഫറൻസ്. അവൻ അവരെ ഉപദേശിച്ചതെന്തെന്നാൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് 5-ാം അധ്യായം തുടങ്ങുമ്പോൾ തന്നെ അവിടെ കാണുന്ന കാര്യം, അവൻ പുരുഷാരത്തെ കണ്ടാറെ മലമേൽ കയറി, അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അവന്റെ അടുക്കൽ വന്നു, അവൻ തിരുവായി മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചത് എന്തെന്നാൽ എന്ന് പറയുന്നത് വേണമെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്നതാണ്. ദിസ് ഈസ് വാട്ട് ഹി യൂസ്ഡ് ടു ടീച്ച് ദം. ഇങ്ങനെയായിരുന്നു അവൻ അവരോട് ഉപദേശിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഹി സാറ്റ് ഡൗൺ. വാസ്തവത്തിൽ റബ്ബിമാരൊക്കെ
പല രീതിയിലാണ് നമ്മൾ പഠിപ്പിക്കുമ്പോഴത്തേക്ക് പല രീതിയിൽ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. റബിമാർ നടന്നുകൊണ്ട് പഠിപ്പിച്ചതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശു കർത്താവ് തന്നെ നടക്കുന്നതിന്റെ കൂട്ടത്തിൽ സംസാരിക്കുന്നുണ്ട്. എന്നാൽ ഇരുന്ന് പറയുന്നതായ കാര്യങ്ങൾ കൂടുതൽ പ്രാധാന്യമുള്ളതായ കാര്യങ്ങളാണ്. ഹി സാറ്റ് ഡൗൺ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഗിരിപ്രഭാഷണം വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ക്രിസ്തീയമായ മെസ്സേജസിൽ പെട്ടെന്ന് നമുക്ക് ഓർപ്പിക്കാൻ പറ്റുന്നതായ പല കാര്യങ്ങളുണ്ടായിരിക്കാം. There are something very serious that you cannot play music with. ചില കാര്യങ്ങൾ നമുക്ക് ലഘുവായിട്ട് പറയാൻ പറ്റുന്നിരിക്കും, കഥകളിലൂടെ പറയാൻ പറ്റുന്നിരിക്കും. പക്ഷെ കഥകളിലൂടെ പറയാതെ അല്ലെങ്കിൽ പറയാൻ കഴിയാത്തതായ നേരിട്ട് പറയേണ്ടതായ ചില കാര്യങ്ങളുണ്ട്, ഡയറക്റ്റ് ആയിട്ട്. അതിന് വ്യാഖ്യാനം പോലും ആവശ്യമില്ല. പാരബിൾസിനെ കുറിച്ച് ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. പാരബിൾസ് യേശു കർത്താവ് വീണ്ടും വ്യാഖ്യാനിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ആദ്യം വായിച്ചപ്പോൾ ചിന്തിച്ചു, പാരബിൾസ് എന്തെങ്കിലും പറയുന്നത് വ്യാഖ്യാനിക്കാനാണല്ലോ പാരബിൾസ്. പക്ഷേ ഇല്ലേ, ഉപമകൾ എന്ന് പറയുന്നത് എന്താണ്? എന്തെങ്കിലും ഒരു സനാതനമായ ഒരു സത്യം നമുക്ക് മനസ്സിലാക്കാൻ കുറെ കൂടെ കഥകൾ ചേർത്ത് പറയുക എന്നുള്ളതാണ് സ്വാഭാവികമായി പാരബിൾസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ യേശു കർത്താവ് പാരബിൾസ് ഉപയോഗിച്ചത് കുറച്ചുകൂടെ ഡിഫറെന്റ് ആയിട്ടാ. ഈസോപ്പ് കഥകൾ പറയുന്നത് പോലെ അല്ല യേശു കർത്താവ് കാര്യം മനസ്സിലാക്കാൻ കുറച്ച് കഥ പറഞ്ഞതല്ല. നോർമലായിട്ട് ആളുകളോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് പറഞ്ഞ ഉപമകൾ തന്നെ കർത്താവ് എന്ത് ചെയ്യുന്നു? ശിഷ്യന്മാരെ അടുത്ത് വരുമ്പോൾ അവർക്ക് വീണ്ടും അത് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു. ഉപമകൾ യേശു വ്യാഖ്യാനിച്ചു കൊടുക്കുന്നുണ്ട്, പക്ഷെ കൽപ്പനകൾ അവൻ ഒരിക്കലും വ്യാഖ്യാനിച്ചു കൊടുക്കുന്നില്ല. ഞാൻ പറഞ്ഞതിന്റെ വ്യത്യാസം മനസ്സിലാക്കണം. നമ്മൾ സാധാരണ രീതിയിൽ ചിന്തിക്കുന്നത് കൽപ്പനകളും പ്രസ്താവനകളും ഒക്കെ നമ്മൾ വിശദീകരിച്ചു കൊടുക്കണം, ഉപമ വിശദീകരിക്കേണ്ടെന്നാ. പക്ഷെ തിരിച്ചാ. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൽപ്പനകളിൽ അടങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് മാറ്റിക്കളയാൻ പറ്റാത്ത, ഇറ്റ് ഈസ് പ്ലെയിൻ. അവന്റെ കൽപ്പനകളാണ്, അവന് പറയാനുള്ള കാര്യങ്ങൾ, അവന്റെ ഹൃദയത്തിൽ അവൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നിയമങ്ങളാണ്, അല്ലെങ്കിൽ അത് അനുസരിച്ചേ പറ്റുള്ളൂ. ഓപ്ഷൻസ് ഇല്ലാത്തതാണ് വാസ്തവത്തിൽ ദൈവത്തിന്റെ, യേശു കർത്താവിന്റെ കൽപ്പനകൾ. അതായത് കൽപ്പനകൾ എന്ന് പറയുന്നത് ദൈവരാജ്യത്തിന്റെ നിയമങ്ങളാണെങ്കിൽ പാരബിൾസ് എന്ന് പറയുന്നത് ദൈവരാജ്യത്തിന്റെ സ്വഭാവമാണ്. യു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ്? ദൈവരാജ്യത്തിന്റെ ക്യാരക്ടറാണ്. ഉപമകൾ എന്ന് പറയുന്നത് ദൈവരാജ്യത്തിന്റെ ക്യാരക്ടറാണ്, ദൈവരാജ്യം എങ്ങനെയുള്ളതാണെന്ന് മനസ്സിലാക്കാനായിട്ട്. പക്ഷെ കൽപ്പന എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്താണ്? ക്യാരക്ടർ എന്നുള്ളതല്ല, ഇറ്റ് ഈസ് ദ ലോ ഓഫ് ദ കിങ്ഡം ഓഫ് ഗാഡ്. പാരബിൾസിൽ വരുന്നത് വാട്ട് കൈൻഡ് ഓഫ് കിങ്ഡം ഇറ്റ് ഈസ്, എങ്ങനെയുള്ള രാജ്യമാണ് എന്ന് മനസ്സിലാക്കാൻ. അപ്പൊ എങ്ങനെയുള്ള രാജ്യമാണ് എന്ന് മനസ്സിലാക്കുന്നത് കർത്താവ് എന്ത് ചെയ്യുന്നു? വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു. പക്ഷേ ഗിരിപ്രഭാഷണം കർത്താവ് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നില്ല, അതിന്റെ ആവശ്യമില്ല. അത് നമ്മൾ അനുസരിച്ചേ പറ്റുള്ളൂ. മറ്റു കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റെന്താണ് വ്യാഖ്യാനിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവരാജ്യത്തിന്റെ സ്വഭാവം, ക്യാരക്ടർ എങ്ങനെയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ദൈവരാജ്യത്തിനകത്ത് കയറിയവർക്ക് മാത്രമേ പറ്റുള്ളൂ, ലോകത്തിന് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് ഉപമകൾ കർത്താവ് പൊതുജനത്തോട് സംസാരിക്കുമ്പോൾ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് അവർക്ക് മനസ്സിലാകത്തില്ല, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന്. അവർക്ക് എന്തുകൊണ്ട് മനസ്സിലാകത്തില്ല? അതെ, എന്റെ പ്രസംഗം കേൾക്കുന്നവരൊന്നും ബുദ്ധിയില്ലാത്തവരാണ്, നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധി ഉള്ളത് കൊണ്ട് മനസ്സിലാകുമെന്നാണോ കർത്താവ് പറഞ്ഞത്? അല്ല. ഒരു പക്ഷേ യേശു കർത്താവിന്റെ പ്രസംഗം കേട്ട പുറത്തുള്ളവരായിരിക്കും യേശുവിന്റെ ശിഷ്യന്മാരെക്കാൾ ബുദ്ധിയുള്ളവര്. പക്ഷേ അവർ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാത്തത് കൊണ്ട് ലോകത്തിന്റെ സിദ്ധാന്തങ്ങൾക്കും ലോകത്തിന്റെ ചിന്തകൾക്കും ലോകത്തിന്റെ സ്വഭാവത്തിനും നേരെ വിപരീതമാണ് ദൈവരാജ്യത്തിന്റെ സ്വഭാവം. അത് ആർക്കേ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ? ശിഷ്യന്മാർക്ക് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കൽപ്പന അങ്ങനല്ല. കൽപ്പന നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നതായ, തുറന്നു വെച്ചിരിക്കുന്നതായ ഒരു പുസ്തകമാണ്. അതനുസരിച്ചേ പറ്റുള്ളൂ, അതിന് ഓപ്ഷൻസ് ഇല്ല. പലപ്പോഴും നമ്മുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഉപമകൾ വ്യാഖ്യാനിക്കത്തില്ല, പക്ഷേ കൽപ്പനകൾ ശരിക്കും വ്യാഖ്യാനിക്കും. ഞങ്ങളുടെ ഒരു മിഷണറി ചെയ്സ് എന്ന് പറഞ്ഞ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് വേദപുസ്തകം വ്യാഖ്യാനിക്കുന്നത്, അല്ലെങ്കിൽ യേശുവിന്റെ ഉപദേശങ്ങൾ നമ്മൾ എന്തുകൊണ്ട് വ്യാഖ്യാനിക്കുന്നു? മറ്റൊന്നും കൊണ്ടല്ല, നമുക്ക് അനുസരിക്കാൻ മനസ്സില്ലാത്തതുകൊണ്ടാണ്. കാര്യം ഇതങ്ങനെ വ്യാഖ്യാനിക്കൊന്നും വേണ്ട, നമ്മളത് ചെയ്താൽ മതി. പക്ഷെ നമ്മളത് ചെയ്യാൻ മനസ്സില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യും? അത് കർത്താവ് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താന്ന് ചോദിച്ചാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അങ്ങനെ ഉദ്ദേശിച്ചൊന്നുമല്ല, അത് അങ്ങനെ തന്നെ ചെയ്യാനൊക്കെ പറഞ്ഞതാ, അല്ലാതെ അതിന് പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നും ഇല്ല. ഇറ്റ് ഈസ് സോ ഈസി. അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല, അതിന് പ്രത്യേകിച്ച് ബുദ്ധി വേണമെന്നില്ല. പക്ഷേ ദൈവരാജ്യത്തിന്റെ സ്വഭാവം മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എന്തുണ്ടെങ്കിലേ പറ്റുള്ളൂ? ആ ദൈവരാജ്യത്തിന്റെ മനസ്സുണ്ടെങ്കിലേ പറ്റുള്ളൂ.
ദൈവരാജ്യത്തിന്റെ മനസ്സ് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇവിടെ ഇത് വളരെ സീരിയസ് ആണ്. ഒന്നാമത് ഇത് വളരെ സീരിയസ് ആണ്. ചില കാര്യങ്ങൾ വളരെ സീരിയസ് ആണ്, അങ്ങനെ തന്നെ നമ്മൾ അറിയണം. പലപ്പോഴും ഇന്നത്തെ ഒരു വലിയ പ്രശ്നം, ഒന്നിനെ സീരിയസ് ആയിട്ട് എടുക്കാനായിട്ട് നമുക്കൊരു മനസ്സില്ല. എല്ലാത്തിനെയും വളരെ ലൈറ്റായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെ ലൈറ്റായിട്ട് എടുക്കുന്ന ഒരു ക്രിസ്തീയമായ ഒരു കാഴ്ചപ്പാടല്ല. യേശു കർത്താവിന്റെ ഉപദേശങ്ങൾ ഒരിക്കലും ലൈറ്റായിട്ട് എടുക്കാൻ പാടില്ല. അവൻ പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ തന്നെ നമ്മൾ അതേ അർത്ഥത്തിൽ അതേ വെയിറ്റേജിൽ നമ്മൾ എടുത്തേ പറ്റുള്ളൂ. അത്രയും ശക്തിയോടുകൂടെ തന്നെ നമ്മൾ എടുത്തേ പറ്റുള്ളൂ. അതിനെ ലഘൂകരിക്കാൻ നമുക്ക് ആരാ അവകാശം തന്നത്? ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് 2 യജമാനന്മാരെ സേവിക്കാൻ കഴിയുകയില്ല. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ കാര്യം നമ്മളിപ്പോൾ പറഞ്ഞതെന്നറിയാമോ? മോനെ, വലിയ പ്രയാസമാണ് കേട്ടോ. ഇത് രണ്ടും കൂടെ കൊണ്ടുപോകുന്ന കാര്യം വലിയ പ്രയാസമാണെന്നാണോ കർത്താവ് പറഞ്ഞത്? അല്ല. എന്താണ്? നിങ്ങൾക്ക് 2 യജമാനന്മാരെ സേവിക്കുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞാൽ കഴിയുകയില്ല. അതെന്തിനാ നിങ്ങളെന്തിനാ ലൈറ്റ് ആക്കുന്നത്? അങ്ങനെ ലൈറ്റ് ആക്കുന്നതിന് കർത്താവ് ഒരിക്കലും നമുക്ക് അനുവാദം തന്നിട്ടില്ല. കർത്താവ് പാപമെന്ന് വിളിച്ച കാര്യത്തെ പാപമെന്ന് വിളിക്കണം, അതിനെ ലൈറ്റ് ആക്കരുത്. ഒരു സഹോദരി വന്നിട്ട് ഒരു കഥയാ, ഒരു പാസ്റ്റർ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. എന്നെ ചോദിച്ചു, എന്ത് പറ്റി? അതെ, എനിക്ക് എക്സാഗ്രേറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്, കാര്യങ്ങളെയൊക്കെ കൂട്ടി പറയുന്ന ഒരു സ്വഭാവമുണ്ട്, എക്സാഗ്രേറ്റ് ചെയ്യുന്ന അങ്ങനെ ഒരു ബലഹീനത എനിക്കുള്ളത് കൊണ്ട് പാസ്റ്റർ എനിക്ക് വേണം, എന്ത് ചെയ്യണം? ആ ബലഹീനതയിൽ നിന്ന് എനിക്കൊരു വിടുതൽ കിട്ടാനായിട്ട് പ്രാർത്ഥിക്കണം. പാസ്റ്റർ, ഞാൻ പ്രാർത്ഥിക്കത്തില്ല. അതെന്താ പാസ്റ്ററെ? ഞാനൊരു ഭൗതിക ആവശ്യത്തിന് വേണ്ടി പോലും അല്ല വന്നത്. എൻ്റെ ഒരു ആത്മീയ ആവശ്യം എന്തുവാ? എനിക്ക് എക്സാഗ്രേറ്റ് ചെയ്യുന്ന ഒരു ബലഹീനത ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞുള്ളൂ. അത് മാറാൻ വേണ്ടി പാസ്റ്റർ പ്രാർത്ഥിക്കണം പറഞ്ഞിട്ട് എന്താ പാസ്റ്റർ പ്രാർത്ഥിക്കത്തില്ലെന്ന് പറഞ്ഞത്? പാസ്റ്റർ പറഞ്ഞ, സഹോദരി ആദ്യം പറയണം, എനിക്ക് കള്ളം പറയുന്ന സ്വഭാവമുണ്ട്, എന്നാ ഞാൻ പ്രാർത്ഥിക്കാം. കാര്യം എക്സാഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? കള്ളം പറയാന്ന, അല്ലാതെ എന്തോന്നാ? അത് നമ്മൾ പറയത്തില്ല. നമ്മളിന്ന് പറയുന്നത് എനിക്ക് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൂട്ടി പറയുന്ന ഒരു ബലഹീനത ഉണ്ടെന്ന് നോക്കുക, അല്ലേ? അത് ബലഹീനതയൊന്നുമല്ല. എന്താണ്? ഇറ്റ് ഇസ് എ സിൻ. കോൾ സിൻ എ സിൻ. പാപത്തെ എന്ത് ചെയ്യണം? പാപമെന്ന് തന്നെ വിളിക്കാൻ നമ്മൾ പഠിക്കണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ, അതിനകത്തുനിന്ന് വിടുതൽ പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം. ഇന്നത്തെ ആധുനികമായ സമൂഹത്തിൽ ലോകം സീരിയസ് അല്ലാത്ത ഒത്തിരി കാര്യങ്ങൾ, ലോകത്തിന് ഇന്ന് ഒന്നും സീരിയസ് അല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ലോകത്തിന് എന്തോന്നും സീരിയസ്നെസ്. ഈവൻ സെക്ഷുവൽ ഇമ്മൊറാലിറ്റി പോലും ഇന്ന് ലോകം എന്തായിട്ട് ചിന്തിക്കുന്നില്ല, ഒരു വലിയൊരു സീരിയസ് ഇഷ്യൂ ആയിട്ട് ചിന്തിക്കുന്നില്ല. എന്ന് വെച്ചുകൊണ്ട് സഭയിൽ അത് അനുകൂലിക്കാൻ പറ്റുമെന്നാണ് നിങ്ങളുടെ ചിന്ത. ഞാൻ ഈ ആഫ്രിക്കയിലെ ഉദാഹരണം പലപ്പോഴും പറയുമ്പോഴത്തേക്ക് ചില അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അങ്ങ് പറഞ്ഞു പോകുന്നതാണ്. ഞാനൊരു ചർച്ചിൽ ഒരു യൂത്ത് ക്യാമ്പ് നടക്കുക, 13 ചർച്ചസിന്റെ ആൾക്കാരെല്ലാം കൂടി ആഫ്രിക്കൻസാണ്. അവിടെ ചെന്ന് ഞാൻ ബാപ്റ്റിസത്തെ കുറിച്ച് ക്ലാസ് എടുത്ത കൂട്ടത്തിൽ ഞാനവിടെ പറഞ്ഞു, ബാപ്റ്റിസം ഈസ് ജസ്റ്റ് ലൈക്ക് എ മാരേജ്. യു ആർ മാരീഡ് ടു ജീസസ്. ആൻഡ് എവ്രിവെയർ മാരേജിനകത്ത് വിവാഹം കഴിക്കുമ്പോൾ ഒരു ചടങ്ങുണ്ട്, അല്ലെങ്കിൽ എന്താണ്, വി ഡു സംതിങ്, ഇറ്റ്സ് എ സെറിമണി. ലൈക്ക്വൈസ് ബാപ്റ്റിസം നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ കർത്താവിനോട് ഒരുമിച്ച് ചേർന്ന് ജീവിക്കാൻ തീരുമാനം എടുക്കുമ്പോൾ നിങ്ങൾ പബ്ലിക്കിൽ പറയുകയാണ്, എന്ത്? ഐ എം ഗോയിങ് ടു ലിവ് വിത്ത് ജീസസ്, ഹി ഈസ് മൈ ഹസ്ബൻഡ്. അത് പറയേണ്ടത് അത്യാവശ്യമാണ്. ദാറ്റ് ഈസ് വൈ വി നീഡ് ടു കൺസിഡർ ബാപ്റ്റിസം ആസ് എ സീരിയസ് ഇഷ്യൂ. അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇവരോട് ചോദിച്ചു, നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിനെയും കൊണ്ട് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ ചെന്ന് മുറി എടുക്കാൻ ചെന്നാൽ നിങ്ങൾക്ക് മുറി തരുമോ? എന്നോട് പറഞ്ഞില്ല. കണ്ടോ, അതാണ് കാര്യം. വിവാഹം കഴിഞ്ഞാലേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? മുറി കിട്ടത്തുള്ളൂ. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിനെ കൊണ്ട് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ മുറി കിട്ടാത്തത്? ഉടനെ പിള്ളേർ പറയാ, അത് സാറേ ചുമ്മാ എന്നാ പറ്റത്തില്ല, പൈസ കൊടുത്തെങ്കിലേ കിട്ടത്തുള്ളൂ. അപ്പൊ ഞാനിത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഒരു ഫ്രണ്ട്, ഒരു ലോയർ ഉണ്ട്, അവനോട് ഞാൻ ചോദിച്ചു, ജെയ്മി ഇവരെന്താ പറയുന്നത്? ഡു യു തിങ്ക് ദാറ്റ് യു ക്യാൻ ഗോ ടു എ ഹോട്ടൽ വിത്ത് എ ഗേൾ ഇഫ് യു ആർ നോട്ട് മാരീഡ് ടു ദാറ്റ് ഗേൾ? വൈ നോട്ട്? അവൻ ലോയർ, അവൻ പറഞ്ഞു അതിനെന്താ? ഞാൻ ചോദിച്ചു, അങ്ങനെ പറ്റുമോ? പിന്നെ വിവാഹം ആവശ്യമില്ലേ? എന്നോട് മൊസാംബിക്കിന്റെ നിയമം അനുസരിച്ച് ഇഫ് യു വാണ്ട് ടു ലിവ് വിത്ത് സംബഡി ഇറ്റ് ഈസ് അപ് ടു യു, നിയമം അനുസരിച്ച്. പിന്നെ എന്തിനാണ് വിവാഹം കഴിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നാളെ സ്വത്തിന്റെ പേരിൽ തർക്കം ഉണ്ടാകുകയാണെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ് വേണം. അത് വേണ്ടായോ? നീ കെട്ടണമെന്ന് ആർക്കാ നിർബന്ധം? ദാറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് ദ കൺട്രി. എന്ന് വെച്ചുകൊണ്ട് ചർച്ചിന്റെ സിസ്റ്റം അതാണോ? അല്ല. ദർ ആർ സംതിങ് ദാറ്റ് ഇസ് വെരി സീരിയസ്. വേദപുസ്തകത്തിൽ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്. അത് സീരിയസ് ആയിട്ട് തന്നെ നമ്മൾ പഠിപ്പിക്കണം. അവിടെ പാട്ടും കൂത്തും ഒന്നും പോരാ.
ഞാൻ ഒരിക്കലും ഒരു യൂത്ത് ക്യാമ്പിന് ബോൺ അഗെയിൻ എക്സ്പീരിയൻസിനെ കുറിച്ച് ക്ലാസ് എടുക്കുകയാണ്. അപ്പോൾ ഈ ക്യാമ്പ് സംഘടിപ്പിച്ച ആൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ബ്രദർ, ഇതൊന്നും നമ്മുടെ പിള്ളേരെ ഒന്നും പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞു, വൈ? അവരൊക്കെ നല്ല പിള്ളേരാ. അപ്പം ഞാൻ പറഞ്ഞു, നല്ല പിള്ളേരോ എന്ന് വെച്ചാൽ നിങ്ങളെന്താ മീൻ ചെയ്യുന്നത്? അല്ല, ഞങ്ങളുടെ പിള്ളേരൊന്നും അങ്ങനെ കുഴപ്പമുള്ള പിള്ളേരൊന്നും അല്ല. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ നല്ല പിള്ളേരാണെങ്കിൽ തന്നെ അവർക്ക് രക്ഷിക്കപ്പെടാതിരിക്കാൻ പറ്റുമോ? നമ്മളെയൊക്കെ ചിന്തയാണ് നമ്മുടെ പിള്ളേർക്ക് കള്ളത്തരം അറിയത്തില്ലെന്ന്. അറിയാമോ ഇല്ലയോ എന്നുള്ളത് അവരൊക്കെ പോകുന്ന സ്ഥലത്തൊന്നും ഇന്ന് നോക്കണം, അന്നേരം അറിയാം. നമ്മുടെ ഒരു സമാശ്വാസമാണ്, അത്രേ ഉള്ളൂ. അപ്പം ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു, അല്ല അങ്ങനെയാണെങ്കിലും അത് കുറച്ചുകൂടെ ലൈറ്റായിട്ട് പറയണ്ടേ? കുറച്ച് പിള്ളേർ ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാ? ഞാൻ പിള്ളേർ എന്തിനാ വന്നിരിക്കുന്നത്? അവർക്കൊരു എൻജോയ്മെന്റ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ക്യാമ്പ് നടത്തുന്നത് എന്റർടൈൻമെന്റ് വേണ്ടിയാണോ? അങ്ങനെയാണെങ്കിൽ വേറെ വല്ലവരെ വിളിക്കണം. എന്റർടൈൻമെന്റ് അല്ല അവർക്ക് ആവശ്യമുള്ളത്. നമുക്കൊരു തെറ്റിദ്ധാരണയാണ് പിള്ളേരെ എന്റർടൈൻമെന്റ്. എന്നാ പിന്നെ അവര് സ്കൂളിൽ നടത്തുന്ന എന്തെങ്കിലും ക്യാമ്പിന് പോയാൽ പോരെ? അവർക്ക് പാട്ട് പാടാൻ വേണ്ടി മാത്രമാണ് വരുന്നതെങ്കിൽ അവർക്ക് ഡിസ്കോ ക്ലബിൽ പോയാൽ പോരെ? അവിടെ ഇങ്ങോട്ട് വരുന്നത് ക്യാമ്പിന്? എന്തിനാണ് നിങ്ങൾ ക്യാമ്പ് നടത്തുന്നത്? അവർക്ക് ആവശ്യമായിട്ടുള്ള ബോൺ അഗെയിൻ എക്സ്പീരിയൻസിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ വേറെ ഒന്നുമല്ല. ആൻഡ് ഐ ആം നോട്ട് ആൻ എന്റർടൈനർ, ഐ ഹാവ് എ മെസ്സേജ്. എന്നോട് പറഞ്ഞു, ബ്രദർ, ആ മെസ്സേജ് പറയുകയാണെങ്കിലും അതിനോട് ചേർന്ന് കുറച്ച് തമാശയോടൊക്കെ ചേർത്ത് പറയണ്ടേ, കുറച്ച് ജോക്കൂടൊക്കെ. എന്നാ ഞാൻ പറഞ്ഞു, there are some messages that you cannot play music with. പാമ്പ് കടിക്കാൻ വന്ന് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ എന്തുവാ പാട്ട് പാടിക്കൊണ്ടാണ് ഇരുന്നത്? യു ജസ്റ്റ് ക്രൈ സ്നേക്ക്. പാമ്പ് എന്ന് പറഞ്ഞാൽ അലറുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? അന്നേരം നിങ്ങൾ എന്താ പാട്ട് പാടാൻ പോവുകയാണോ? അല്ല. ഇറ്റ്സ് എ സീരിയസ് മെസ്സേജ്. ഇറ്റ്സ് എ സീരിയസ് മെസ്സേജ്. പിന്നെ ഞാനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. നിങ്ങളുടെ ഈ പിള്ളേർ പഠിക്കുന്ന സ്കൂളിലെ കെമിസ്ട്രി ക്ലാസ്സിൽ അവരുടെ പ്രൊഫസർ എത്ര ജോക്കാ പറയുന്നത്? കെമിസ്ട്രി പഠിപ്പിക്കുമ്പോൾ എന്നാ ജോക്ക് പറഞ്ഞോണ്ടാണോ പഠിപ്പിക്കുന്നത്? ആണോ? അല്ലല്ലോ. അപ്പൊ സ്കൂളിൽ അവർക്ക് സീരിയസ് ആയിട്ട് പഠിക്കാനുണ്ട്. ആത്മാവിന്റെ രക്ഷയുടെ കാര്യം പറയുമ്പോഴത്തേക്ക് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ അവർക്ക് പറ്റത്തില്ലെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. വാട്ട് ഡു യു തിങ്ക്? ദർ ആർ സം മെസ്സേജസ് ദാറ്റ് ഈസ് വെരി സീരിയസ്. ആ സീരിയസ് ആയിട്ടുള്ള മെസ്സേജ് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തേ പറ്റുള്ളൂ. അത് നിങ്ങളാ പഠിപ്പിക്കേണ്ടത്. നിങ്ങൾ പറയണം ചില കാര്യങ്ങൾ സീരിയസ് ആണെന്നുള്ളത്. അവർക്ക് സീരിയസ്നെസ് മനസ്സിലാക്കണം. അവർക്ക് എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല? അവർ സ്കൂളിൽ പോയി കാണിക്കുമോ? ഞാൻ ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ചർച്ചിലെ പിള്ളേര് 8-10 വയസ്സുള്ള പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ കടലാസി ഉരുട്ടി ഒരുത്തന്റെ വായിലോട്ട് എറിയുന്നു, കണ്ണിലോട്ട് എറിയുന്നു. ഞാൻ ഒരുത്തന്റെ കൈയൊക്കെ എറിപ്പിടിച്ചോ, അവന്റെ കൈ തട്ടിയിട്ട് അവന്റെ കൂട്ടുകാരൻ്റെ നേരെ കടലാസ് എറിഞ്ഞു. കൈ തട്ടിയിട്ട്. കൊച്ചു 2 വയസ്സുള്ള പിള്ളേരാണെങ്കിൽ പോട്ടെ, നമുക്ക് അവൻ അറിയാൻ വേണ്ടിട്ടെന്ന് പറയാം. പക്ഷെ ഇവന് 7-8 വയസ്സുള്ള അല്ലെങ്കിൽ 3ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ പഠിക്കുന്ന പിള്ളേരാ. ഇവന്റെ സ്കൂളിൽ ഇത് നടക്കുമോ? സ്കൂളിൽ ഇത് നടക്കുമോ? ഡു യു തിങ്ക് ദാറ്റ് ഇൻ ഹിസ് സ്കൂൾ ഇറ്റ് ഈസ് ഹാപ്പനിങ്? ഇറ്റ് വിൽ നെവർ ഹാപ്പൻ. പിന്നെ ചർച്ചിൽ എന്തും കാണിക്കാം. എന്തുകൊണ്ടാ? അപ്പനും അമ്മയും കൊടുത്തിരിക്കുന്ന സന്ദേശം ഇതാണ്: ചർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കളിചിരി പരിപാടിയാണ്. ഈസ് ഇറ്റ്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു സീരിയസ് മെസ്സേജ് ആണെങ്കിൽ ആ സീരിയസ്നെസ്സിൽ തന്നെ നമ്മൾ എടുക്കണം. അതുകൊണ്ടാണ് when Matthew was explaining this, he said, he sat down. അവൻ ഇരുന്ന് ഓടിപ്പോകുന്ന പോക്കിൽ പറഞ്ഞതല്ല. This is a very serious message. ആ സീരിയസ് ആണ് തന്നെയല്ല, ഇന്റിമേറ്റ് ആണ്. ഇന്റിമേറ്റ് മെസ്സേജ് ആണ്. യേശു ഇവിടെ അവന്റെ ഹൃദയം തുറക്കുകയാണ്. അപ്പൊ ഗിരിപ്രഭാഷണത്തിൽ യേശുവിന്റെ ഹൃദയമാണ് നമ്മൾ കാണുന്നത്. ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ഹിസ് വേർഡ്സ്, ഇറ്റ് ഇസ് ഹിസ് ഹാർട്ട്. അവന്റെ മനസ്സ് അവൻ തുറക്കുകയാണ്. അവനെ അറിയുന്നവന് മാത്രമേ അവന്റെ മനസ്സറിയാൻ പറ്റൂ. യേശുവിനെ അറിയാതെ യേശുവിന്റെ മനസ്സറിയാൻ പറ്റത്തില്ല. യേശുവിന്റെ മനസ്സറിയാതെ യേശുവിന്റെ വാക്കുകളെ അറിയാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ സെഷൻ ഞാൻ പറഞ്ഞത്, യേശുവിന്റെ വാക്കുകൾ അവനിൽ നിന്ന് മാറ്റി നിർത്തിയാൽ അത് മീനിങ്ലെസ് വേർഡ്സ് ആണ്. യേശുവുമായിട്ട് ചേർന്ന് മാത്രമേ പറ്റുകയുള്ളൂ. യേശുവിനെ ഒരു ടീച്ചർ എന്ന നിലയിൽ ആദരിക്കുന്ന പല ആളുകളുണ്ടായിരിക്കും. അവർക്ക് യേശുവിന്റെ ടീച്ചിങ് മതി, യേശുവിനെ വേണ്ട. വിശ്വാസികളുടെ കാര്യത്തിൽ അത് തന്നെ. ടീച്ചിങ് അല്ലെന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ടീച്ചിങ്ങും വേണ്ട, യേശുവും വേണ്ട. യേശു തരുന്നത് മതി. മറ്റുള്ളവർക്കൊന്നും അല്ലെങ്കിൽ യേശുവിന്റെ ടീച്ചിങ് എങ്കിലും വേണം. വിശ്വാസികൾക്ക് വന്ന് യേശുവും വേണ്ട, യേശുവിന്റെ ടീച്ചിങ്ങും വേണ്ട, പിന്നെന്ത് മതി? അവൻ വല്ലതും തരുന്നതുണ്ടെങ്കിൽ അതും വാങ്ങിച്ചുകൊണ്ട് യേശുവിനൊരു സാന്റാക്ലോസിനെ പോലെയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. സാന്റാക്ലോസിന്റെ പ്രത്യേകത ഉണ്ടല്ലോ, അവന്റെ ഉടുപ്പിൽ ഒരു 50 പോക്കറ്റ് കാണും. 50 പോക്കറ്റിൽ ഓരോ സമ്മാനം കാണും. കാണുന്ന പിള്ളേർക്കെല്ലാം എങ്ങനെയുള്ള പിള്ളേരാണെങ്കിലും കുഴപ്പമില്ല, സമ്മാനം കിട്ടും. ഇതുപോലെ യേശു ഒരു സാന്റാക്ലോസിനെ പോലെ നമുക്കെല്ലാം
ആവശ്യമുള്ളത്. നമുക്ക് ആവശ്യമുള്ളത് തന്നെയല്ല നമ്മൾ ചോദിക്കുന്നത്, ആവശ്യമുള്ളതാണ് പിന്നെ വേണ്ടുകയില്ല. എല്ലാ അതിമോഹങ്ങളും അത്യാഗ്രഹങ്ങളും ചെന്ന് പറഞ്ഞാൽ അതെല്ലാം തരാനായിട്ട് നോക്കിയിരിക്കുന്നതായ ഒരു സാന്റാക്ലോസിനെ പോലെയാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. യേശുവിനെ അങ്ങനെയല്ല. നമുക്ക് ആവശ്യമായിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജീസസ് ഒരു മീൻസ് ആകരുത്, യേശു ഒരു ഉപാധി ആകരുത്. നമ്മൾ യേശുവിന്റെ പിന്നാലെ പോകുന്നത് യേശുവിന് വേണ്ടി തന്നെ ആയിരിക്കണം. അതുകൊണ്ട് ഗിരിപ്രഭാഷണത്തിൽ അവന്റെ ഹൃദയം നമുക്ക് പകർന്നു തരികയാണ്. എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തരികയും, ഓഫ് കോഴ്സ് ഇന്നത്തെ ഒരു വലിയ പ്രശ്നം ഇതാണ്, ആളുകൾ എല്ലാവരെയും മറ്റുള്ളവരെ നമ്മൾ കാണുന്ന ഒരു മീൻസ് എന്നുള്ള നിലയിലാണ്. ഇതൊരു ബിസിനസ് സംസ്കാരമാണ് നമ്മുടേത്. ബിസിനസ്സിനകത്ത് ആകെപ്പാടെ മനുഷ്യൻ ഒറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ, വാട്ട് ഐ വിൽ ഗെറ്റ്, എനിക്കെന്തോ കിട്ടും. ഇന്ന് മീറ്റിങ്ങിന് പോയാലും നമ്മൾ ചോദിക്കുന്നതാ, എനിക്കെന്തോ കിട്ടും. യോഗത്തിന് പോയാലും ഉപവാസം എടുത്താലും ഉപവാസം എടുക്കുമ്പോൾ ചോദിക്കുന്നത്, എന്തിനായിരുന്നു ഉപവാസം, എന്തിനാണെന്ന് ചോദിച്ചാൽ എന്താ അർത്ഥം? ഏതാണ്ട് കിട്ടാൻ വേണ്ടിയാണെന്നല്ലേ എന്തിനാണെന്ന് ചോദിച്ചാൽ ഉപവാസം. എന്തോ കിട്ടാന്? മോന്റെ ക്ലാസ് പരീക്ഷയായിരുന്നു എന്ന് പറയും. ക്ലാസ് പരീക്ഷയ്ക്ക് അവന് ഫസ്റ്റ് റാങ്ക് കിട്ടണം, അതിനാ ഉപവാസം. ദൈവത്തെ മാനിപ്പുലേറ്റ് ചെയ്ത് എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടി കഴിയുന്നത് നമ്മുടെ സംസ്കാരം അതായിപ്പോയി. ഇതൊരു ബിസിനസ് സംസ്കാരമായി പോയി. അത് ലോകത്തിന്റെ സംസ്കാരമാണ്. അത് സഭയ്ക്കുള്ളിലേക്ക് കൊണ്ടുവരരുത്. സഭയിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നത് യേശുവിനെയാണ്. എനിക്ക് ആവശ്യമായിരിക്കുന്നത് യേശുവിനെയാണ്. അല്ലാതെ യേശു തരുന്ന കാര്യങ്ങൾ വാങ്ങിച്ചിട്ട്, സാന്റാക്ലോസിന്റെ പ്രശ്നം അതാ. സാന്റാക്ലോസ് 50 പോക്കറ്റിനകത്തുനിന്ന് സമ്മാനം എടുത്ത് കൊടുക്കും. സമ്മാനം വാങ്ങിച്ചുകൊണ്ട് പിള്ളേരുടെ വീട്ടിലും പോകും, സാന്റാക്ലോസിന്റെ വീട്ടിലും പോകും. ഇതുപോലെ യേശു തരുന്നതൊക്കെ വാങ്ങിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ പോരും, യേശുവിന്റെ വീട്ടിലും പോകും. യേശുവിനെ കൊണ്ടുപോകത്തില്ല നമ്മൾ. പക്ഷെ വാസ്തവത്തിൽ ആവശ്യമായിരിക്കുന്നത് ഇന്ന് യേശുവിനെ ഒരു മീൻസ് ആക്കുന്നതിന് പകരം യേശുവിനെ കൊണ്ട് വീട്ടിൽ പോവുകയാണ്. എനിക്ക് യേശുവിനെ വേണമെന്ന് പറയുകയാണ്. ദാറ്റ് ഇസ് വാട്ട് ഇസ് നീഡഡ്. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, നോ ജീസസ് ബിഫോർ യു സ്റ്റാർട്ട് നോയിങ് ദ ടീച്ചിങ്സ് ഓഫ് ജീസസ്. യേശുവിന്റെ ഉപദേശങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ യേശുവിനെ അറിയുക. യേശുവിനെ അറിയുക എന്ന് പറയുമ്പോൾ ഇവിടെ മത്തായി അതിന്റെ ഒരു നല്ല യേശുവിനെ വിമോചകനായി അറിയുക, രക്ഷകനായി അറിയുക. യേശുവിനെ രക്ഷകനായി തിരിച്ചറിയാത്ത ഒരാൾക്കും യേശുവിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് പല മെസ്സേജസിലും യേശു രക്ഷകനാണ്. എന്ത് രക്ഷകൻ? പാപങ്ങളുടെ മോചകനാണ്, വിമോചനത്തിന് വേണ്ടിയാണ് യേശു ഭൂമിയിലേക്ക് വന്നതെന്നുള്ള ആ സന്ദേശം പറയുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്ന ക്രൂസൈഡ്സ്. വാസ്തവത്തിൽ അവർ പ്രസംഗിക്കുന്നത് മറ്റൊരു സുവിശേഷമാണ്. പോൾ പറയുന്നത്, ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ ഇരുന്നപ്പോൾ ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ അടുക്കൽ ഇരിപ്പാൻ ഞാൻ ആഗ്രഹിച്ചു. ഇന്ന് ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ അല്ലാതെ മറ്റെല്ലാം അറിയാവുന്നവരാണ് നമ്മുടെ പ്രസംഗകർ. പോൾ അങ്ങനെയല്ല, ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി. നമ്മളതല്ല, ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ മാത്രം അറിയത്തില്ല, ബാക്കി എല്ലാം അറിയാം. അത് വേറൊരു സുവിശേഷമാണ്. യേശുവിന്റെ ക്രൂശ് പ്രസംഗിക്കാത്ത സുവിശേഷമല്ല. അതുകൊണ്ടാണ് പോൾ പറയുന്നത്, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർ അടയാളം അന്വേഷിക്കുന്നു, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു. അവർ ചോദിക്കുന്നത് കൊടുക്കാനല്ല ഞങ്ങൾ വന്നിരിക്കുന്നതെന്നാണ് പോൾ പറഞ്ഞത്. യഹൂദന്മാരുടെ ഇടയിൽ അടയാളം കാണിക്കാൻ പോൾ തയ്യാറല്ലായിരുന്നു. കാര്യം അവരെന്താ നോക്കിയിരുന്നത്? അടയാളം അന്വേഷിച്ചു. യവനന്മാരുടെ അടുക്കൽ ജ്ഞാനം പറഞ്ഞുകൊണ്ട് ചെല്ലാൻ പോൾ തയ്യാറല്ലായിരുന്നു. അതുകൊണ്ടാണ് ഫസ്റ്റ് കൊരിന്ത്യൻസിൽ പോൾ പറയുന്നത്, ഞാൻ നിങ്ങളുടെ അടുക്കൽ ഇരുന്നപ്പോൾ ഭയത്തോടും വിറയലോടും കൂടെ ആയിരുന്നു. എന്തുകൊണ്ടാ? നിങ്ങൾ ഭയങ്കര ജ്ഞാനികളായ ആളുകളാണ്. ഞാൻ ചിലപ്പോൾ പറയും, അതിപ്പോൾ നമുക്കെല്ലാം ഉണ്ട്. അറിവുള്ളവരടുത്ത് എന്ന് പ്രസംഗിക്കുമ്പം ഒരു വിറയില്ലേ, നമ്മൾ വല്ല അബദ്ധമോ വല്ലതും പറഞ്ഞാലോ എന്നുള്ള ഒരു പേടി. പക്ഷെ പോളിന്റെ പേടി നേരെ തിരിച്ചായിരുന്നു. നിങ്ങൾ ഭയങ്കര ജ്ഞാനികളായ ആളുകളാ, അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ ഞാൻ അറിയാതെ കാണാൻ പഴയ ജ്ഞാനം വല്ലതും ഉപയോഗിച്ചാലോ എന്നായിരുന്നു എന്റെ പേടി. എന്റെ അറിവ് വല്ലതും വിളമ്പുമോ എന്നൊരു പേടി എനിക്കുണ്ടായിരുന്നു. അതിനകത്ത് എന്താ പ്രശ്നമെന്ന് നമ്മൾ ചോദിച്ചേക്കാം. നമ്മളങ്ങനെയാണല്ലോ, അറിവുള്ളവരുടെ അടുത്ത് അറിവ് പ്രസംഗിക്കും, ഇല്ലേ? പക്ഷെ പോൾ പറഞ്ഞത്, അറിവുള്ളവന്റെ അടുത്ത് ഞാൻ അറിവ് പ്രസംഗിക്കത്തില്ല. എന്തുകൊണ്ട്? കാരണം നിങ്ങളുടെ വിശ്വാസത്തിന്റെ ആധാരം മനുഷ്യന്റെ ജ്ഞാനമല്ല, ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ ഇരുന്നപ്പോൾ ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ മധ്യത്തിൽ ഇരിപ്പാൻ ഞാൻ ആഗ്രഹിച്ചു. യവനന്മാർ ജ്ഞാനമാണ് അന്വേഷിക്കുന്നത്, യഹൂദന്മാർ അടയാളമാണ് അന്വേഷിക്കുന്നത്. യേശുവിന്റെ
പരസ്യ ശുശ്രൂഷ കാലയളവ് നിങ്ങൾ നോക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. ചില സ്ഥലങ്ങളിലൊക്കെ ചെന്നിട്ട് കർത്താവ് അവൻ അത്ഭുതങ്ങൾ ചെയ്തിട്ട് എല്ലാവരോടും പോയി പറയാൻ പറഞ്ഞു. പക്ഷെ ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ അവൻ എന്താ പറയുന്നു? ഇതാരോടും പറയരുത്. നിങ്ങൾ ആ വേദഭാഗം അതിന്റെ ജോഗ്രഫി പഠിച്ചു നോക്കിയാൽ അറിയാം. ആരോടും പറയരുത് എന്ന് പറഞ്ഞത് അവൻ യഹൂദന്മാരുടെ ഇടയിലായിരുന്നപ്പോഴാണ്. എല്ലാവരോടും പോയി പറയാൻ പറഞ്ഞത് അവൻ ജാതികളുടെ ഇടയിലായിരുന്നപ്പോഴാണ്. കാരണം യഹൂദന്മാരുടെ ഇടയിൽ അടയാളം പ്രവർത്തിക്കുന്ന മശിഹയായി അത്ഭുതം കാണിക്കുന്നവനായി ചെല്ലാൻ യേശു കർത്താവ് ആഗ്രഹിച്ചില്ല. അവന്റെ മനസ്സലിവ് കൊണ്ട് വല്ലപ്പോഴുമൊക്കെ അവൻ അത്ഭുതം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും ഒരു മിറക്കിൾ വർക്കറായിട്ട് യഹൂദന്മാരുടെ ഇടയിൽ അറിയപ്പെടുവാൻ യേശു കർത്താവ് ആഗ്രഹിച്ചില്ല. അങ്ങനെ അറിയപ്പെടാനുള്ള ഏത് സാധ്യതയെയും കർത്താവ് തള്ളിക്കളയുകയാണ്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ ലാസറിനെ ഉയിർപ്പിച്ചതിന് ശേഷം നടക്കുന്ന ഒരു കാര്യമുണ്ട്. യവനന്മാരായ ആളുകൾ വന്ന് ഫിലിപ്പോസിനോടൊന്ന് പറയാം, യജമാനെ ഞങ്ങൾക്ക് യേശുവിനെ കാണാൻ ആഗ്രഹമുണ്ട്. യേശു പോയില്ല. എന്തുകൊണ്ട് പോയില്ല? കാര്യം അവർ വന്നത് ലാസറിനെ ഉയിർപ്പിച്ച യേശുവിനെ കാണാനാണ്. യേശു പറയാണ്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തനിയെ ഇരിക്കുന്നു, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. കർത്താവ് പറയാ, ഇപ്പോ അവർ വന്നത് ആരെ കാണാനാ? ലാസറിനെ ഉയിർപ്പിച്ച യേശുവിനെ കാണാനാ. പക്ഷേ ലാസറിനെ ഉയിർപ്പിച്ച യേശുവായി യവനന്മാരുടെ അടുത്തേക്ക് ചെല്ലാൻ എനിക്ക് ആഗ്രഹമില്ല. ഞാൻ ചെല്ലുന്നത് മരിച്ചുയർത്തവനായ യേശുവായിട്ട് ചെല്ലാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നാണ്. മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടാനുള്ള നാഴിക വന്നിരിക്കുന്നു. ഗോതമ്പോണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ തനിയെ ഇരിക്കുന്നു. ഞാൻ ചെല്ലും, ഞാൻ അറിയും. യവനന്മാരുടെ ഇടയിൽ ഞാൻ ചെല്ലുന്നത് ക്രൂശിക്കപ്പെട്ടവനായ യേശുവുമായിട്ടായിരിക്കും. ഇത് മനസ്സിലാക്കിക്കൊണ്ടാ പോൾ പറയുന്നത്, ഞങ്ങളോ അത്ഭുതം പ്രവർത്തിക്കുന്ന യേശുവുമായി നിങ്ങളുടെ അടുക്കൽ വരാനല്ല, ജ്ഞാനം പ്രസംഗിച്ചുകൊണ്ട് വരാനല്ല, ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിപ്പാൻ ഞാൻ ആഗ്രഹിച്ചു. കാര്യം യേശു അത്ഭുതം തേടി വന്ന യവനന്മാരെ, അല്ലെങ്കിൽ പ്രശസ്തനാകുവാൻ, നമ്മളൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള എബിലിറ്റി ഉണ്ടെങ്കിൽ എങ്ങനെയും പ്രശസ്തനാകാനാണ് നോക്കുന്നത്. കർത്താവ് പറഞ്ഞു, നോ, അങ്ങനെ പ്രശസ്തനാകാൻ എനിക്ക് ആഗ്രഹമില്ല. ഞാൻ അറിയപ്പെടുന്നത് ക്രൂശിക്കപ്പെട്ടവനായ യേശു എന്ന നിലയിലായിരിക്കണം. അത് മനസ്സിലാക്കിയിട്ട് പോൾ പറയണം, യെസ്, ഇപ്പം ഞാൻ വന്നിരിക്കുകയാണ് യേശുവുമായിട്ട് നിങ്ങളുടെ അടുത്ത്. ഒരിക്കലും ഓടിച്ചു വിട്ടതാ യവനന്മാരെ. പക്ഷെ ഇപ്പം ആ യേശു വന്നിരിക്കുകയാണ്. പക്ഷെ എങ്ങനെ വന്നിരിക്കുന്നത്? ക്രൂശിക്കപ്പെട്ട യേശുവായി. പ്രിയമുള്ളവരെ, ഇതാണ് യേശുവിനെ തിരിച്ചറിയുമ്പോൾ അവനെ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വിമോചകനായി തിരിച്ചറിയണം. അവൻ പാപികളെ രക്ഷിക്കുവാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് തിരിച്ചറിയണം. അവൻ ക്രൂശിക്കപ്പെട്ടവനാണെന്ന് തിരിച്ചറിയണം. അവൻ ക്രൂശിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ എന്റെ വിമോചനം അസാധ്യമാണെന്നുള്ളത് തിരിച്ചറിയണം. പോൾ പറയാണ്, ന്യായപ്രമാണം സംബന്ധിച്ച് അനിന്യൻ എന്ന് പറഞ്ഞ പോൾ പറയുന്നത്, ആ ഒടുവിൽ പറഞ്ഞു നിർത്തുന്നത്, ആ പാപികൾ ഞാൻ ഒന്നാമൻ. പൗലോസ് കൺഫസ് ചെയ്യാണ്, ആ പാപികളുടെ ഗണത്തിൽ പേരെഴുതി കഴിഞ്ഞാൽ ഒന്നാമത് വരേണ്ട പേര് എന്റെയാണ്. അതുകൊണ്ടായിരുന്നു എനിക്കൊരു രക്ഷകനെ ആവശ്യമായിരുന്നത്. അപ്പോൾ ഞാൻ പാപിയാണെന്നുള്ള തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് എനിക്കൊരു രക്ഷകൻ ആവശ്യമായിരിക്കുന്നത്. അല്ലെങ്കിൽ ആവശ്യമില്ലല്ലോ. ഇഫ് ഐ എം നോട്ട് എ സിന്നർ, ഐ ഡു നോട്ട് നീഡ് എ റിഡീമർ. അപ്പോൾ യേശുവിനെ നമ്മൾ അറിയുമ്പോൾ ആദ്യം അറിയേണ്ട കാര്യം എന്താണ്? ഐ എം എ സിന്നർ, സോ ഐ നീഡ് എ റിഡീമർ. ഞാനൊരു പാപിയാണ്, അതുകൊണ്ട് എനിക്കൊരു വിമോചകനെ ആവശ്യമുണ്ട്. യേശുവിനെ വിമോചകനായി തിരിച്ചറിയണം. ഒരു രക്ഷകന്റെ ആവശ്യകത തിരിച്ചറിയാത്തവന് എങ്ങനെ യേശുവിനെ അറിയാൻ കഴിയുന്നത്? പാപത്തിൽ മരിക്കുന്നു, ഞാൻ നരകത്തിലേക്ക് കൂപ്പുകുത്തുന്നു എന്നുള്ള തിരിച്ചറിവുണ്ടാകുമ്പോൾ ആ നിസ്സഹായതയിൽ നിന്ന് ഞാൻ രക്ഷകനെ, യേശുവാകുന്ന രക്ഷകനെ തിരിച്ചറിയുകയാണ്. രണ്ടാമത്, വിമോചകനായി മാത്രമല്ല, രാജാവായിട്ട് അറിയണം. രാജാവായി അറിയാന്ന് പറയുമ്പോൾ കർത്താവ് നമ്മൾ പറയുമ്പോൾ, അതുകൊണ്ടാണ് എന്താണ് യേശുവിനെ കർത്താവ് എന്ന് വായി കൊണ്ട് ഏറ്റു പറയുക. അവന്റെ ലോർഡ്ഷിപ്പ്, ഹീസ് കിങ്. അവൻ രാജാവാണ്. അവൻ രാജാവാണെങ്കിൽ അവൻ എന്നെ ഭരിക്കണം. എന്നെ വീണ്ടെടുക്കുന്നവൻ മാത്രമല്ല, എന്നെ ഭരിക്കുന്നവനുമാണ് യേശു എന്നുള്ളത് ഞാൻ തിരിച്ചറിയണം. നമ്മളുടെ ഹൃദയത്തിലേക്ക് മാത്രം കർത്താവ് വന്നാൽ പോരാ, എന്ത് വേണം? നമ്മളുടെ ജീവിതത്തിലേക്ക് യേശു കർത്താവ് കടന്നു വരണം. എന്തിനാണെന്നറിയാമോ? നമ്മുടെ ഹൃദയത്തിലിരുന്ന് ഭരിക്കുക മാത്രമല്ല, എന്റെ ജീവിതത്തിൽ അവൻ കയറി വന്ന് ഭരിക്കണം. അവൻ ഭരണകർത്താവാണെന്നുള്ളത് തിരിച്ചറിയണം.
എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കോറസ് ഉണ്ട്. ചെറിയൊരു കോറസാണ്. കം ഇൻ ടു മൈ ഹാർട്ട്, കം ഇൻ ടു മൈ ലൈഫ് എന്ന് പറഞ്ഞ്, കം ഇൻ ടു മൈ ഹാർട്ട്, കം ഇൻ ടു മൈ ലൈഫ്. അതാണ് എനിക്ക് അതിനകത്ത് ഇഷ്ടം എന്ന് പറയുന്നത്. Come into my heart, come into my life, come into my heart, come into my life. Oh Jesus, mold it every day, make it a meaningful one. Oh Jesus, mold it every day, make it a meaningful one. Make it a meaningful one. My life. എങ്ങനെ? അവൻ റൂൾ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ്. അല്ലെങ്കിൽ അതിനൊരു മീനിങ്ങും ഇല്ല. അതുകൊണ്ട് യേശുവിനെ വിമോചകനായി തിരിച്ചറിയുക മാത്രമല്ല, അവനെ രാജാവായും തിരിച്ചറിയണം. വിമോചകനാക്കുമ്പോൾ നമ്മൾ അവന്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. രാജാവാക്കുമ്പോൾ ദൈവരാജ്യത്തിൽ നിങ്ങൾ ജീവിക്കുകയാണ്. യു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ്? അവനെ വിമോചകനാക്കുമ്പോൾ നമ്മൾ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവനെ രാജാവാക്കുമ്പോൾ നമ്മൾ ദൈവരാജ്യത്തിൽ ജീവിക്കുകയാണ്. അവന്റെ കർത്തൃത്വം അംഗീകരിക്കുമ്പോൾ അപ്പോഴാണ് നമ്മൾ അവനെ രാജാവാക്കുന്നത്. പിന്നെ നമ്മൾ ജീവിക്കുന്ന അവന്റെ ഇഷ്ടത്തിന് വേണ്ടിയാണ്. അവന്റെ ഇഷ്ടം നമ്മുടെ ഇഷ്ടം. ബിക്കോസ് ഹി ഈസ് കിങ്, ഹി ഈസ് മൈ ലോർഡ്, ഹി ഈസ് മൈ കിങ്. അവൻ വന്നത് എന്റെ ഹൃദയത്തിലേക്ക് മാത്രമല്ല, എന്റെ ജീവിതത്തിലേക്കാണ്. എന്റെ ജീവിതം പിന്നീട് അവന്റെ ഇഷ്ടം മാത്രമേ ഉള്ളൂ. അവൻ എങ്ങനെ ജീവിച്ചോ അങ്ങനെ ഞാൻ പിന്നെ ജീവിക്കത്തുള്ളൂ. വേറൊരു ജീവിത രീതി എനിക്കില്ല. അവൻ എങ്ങനെയുള്ള രാജാവായിരുന്നു, അവൻ എങ്ങനെയാണ് അവനെ തന്നെ നമുക്ക് വെളിപ്പെടുത്തി തന്നത്, നമുക്ക് പരിചയപ്പെടുത്തി തന്നത്, അല്ലെങ്കിൽ അവൻ എങ്ങനെയാണ് വെളിപ്പെട്ടത്? യേശുവിനെ സുവിശേഷകന്മാര് വെളിപ്പെടുത്തിയിരിക്കുന്നത് ദരിദ്രനും വീടില്ലാത്തവനും വിശക്കുന്നവനും ദാഹിക്കുന്നവനും തലകുനിഞ്ഞ് വെള്ളത്തിലിറങ്ങുന്നവനും എന്നാൽ പാപത്തോടെ ഒത്തുതീർപ്പില്ലാതെ അതിനോട് യാതൊരു കോംപ്രമൈസിലും പോകാത്തവനുമായിട്ടാണ്. അപ്പോൾ അവൻ രാജാവാണെങ്കിൽ അവന്റെ ഇഷ്ടം, അവന്റെ ജീവിതമാണ് എന്റെ ജീവിതം. ഞാനും എങ്ങനെയായിരിക്കും? ഞാനും ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും. ഞാനും യേശുവിനെ പോലെ തന്നെ ആയിരിക്കും. ബിക്കോസ് എന്റെ രാജാവിനപ്പുറത്ത് എനിക്ക് എന്താ ജീവിക്കാൻ പറ്റുന്നത്? എന്റെ രാജാവിനെ പോലെ ആയിരിക്കും ഞാനും ജീവിക്കുന്നത്. ആ രാജാവിന്റെ മാനിഫെസ്റ്റോയാണ് ഗിരിപ്രഭാഷണം. അവിടെ തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണെന്ന് അറിയാമോ? ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അവൻ നമ്മുടെ പാപങ്ങളെ മോചിച്ചെങ്കിൽ നമ്മൾ അവന്റെ രാജ്യത്തിലേക്ക് പ്രവേശിച്ചു. അവനാണ് രാജാവെങ്കിൽ ആ രാജാവിന്റെ രീതിയിൽ നമ്മൾ ജീവിച്ചു തുടങ്ങുകയാണ്. ആ രാജാവിന്റെ നീതിയാണ്, ഒന്നുകൂടെ കടത്തി പറഞ്ഞാൽ ആ രാജാവിന്റെ രീതിയാണ് ഗിരിപ്രഭാഷണം നമ്മൾ കാണുന്നത്. ഗിരിപ്രഭാഷണത്തിന്റെ അന്തസത്തയാണ് ശരിക്കും അതിലെ ആദ്യത്തെ അനുഗ്രഹീത വചനങ്ങൾ. ഇവിടെ യേശു അനുഗ്രഹീതർ എന്ന് വിളിക്കുന്ന ഭാഗം അത് നമ്മുടെ സ്വന്തമാണെങ്കിൽ, ഇഫ് വി ആർ ബ്ലസ്ഡ്, ഇറ്റ്സ് നോട്ട് ആൻ ഈസി തിങ്, വി ആർ ബ്ലസ്ഡ്. ആ ബ്ലസ്ഡ്നെസ്സിനെ കുറിച്ച് പറയുന്ന ബിയാറ്റിറ്റ്യൂഡ്സ് നമുക്ക് സ്വന്തമാണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഈസിയാണ്. അല്ലെങ്കിൽ പ്രയാസമാണ്. അനുഗ്രഹ വചനങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, അതിനുശേഷമാണ് കൽപ്പനകളൊക്കെ വരുന്നത്. ആ കൽപ്പനകൾ എനിക്ക് ഈസിയാണ്. എന്തായാൽ ഈ അവസ്ഥയിലേക്ക് ഞാൻ കടന്നു വരികയാണെങ്കിൽ, അപ്പോൾ ഇത് കൽപ്പനകൾ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ അവസ്ഥ പറയുകയാണ്. അതിന്റെ ആ ഒരു സീരീസ് ഓഫ് പ്രൊക്ലമേഷൻ വിതൗട്ട് എ നറേറ്റീവ്. പ്രൊക്ലമേഷൻ, പ്രൊക്ലൈം ചെയ്യുകയാണ്. ബ്ലെസ്ഡ് ആർ ദ പുവർ, ഫോർ theirs is the kingdom of God. അതിന്റെ ഫസ്റ്റ് പാർട്ട് എന്താണ്? ഇറ്റ് പ്രൊനൗൺസസ് ദ ബ്ലെസ്ഡ്നെസ്. അതിന്റെ സെക്കൻഡ് പാർട്ടിൽ എന്താണ്? സെക്കൻഡ് ഹാഫിലൂടെ പറയാണ്, ഇറ്റ് ടെൽസ് വാട്ട് ദ ബ്ലെസ്സിംഗ് ഈസ്. ബ്ലെസ്ഡ് ആർ ദ പുവർ ഇൻ സ്പിരിറ്റ്, ഫോർ theirs is the kingdom of God. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം അവർക്കുള്ളത്. ആദ്യത്തേത് ഒരു പ്രൊക്ലമേഷനാണ്. ലോകത്തിന്റെ സിസ്റ്റത്തിന്റെ നേരെ വിപരീതമാണ് ഇവിടുത്തെ എല്ലാ അനുഗ്രഹീതാവസ്ഥയും. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഏത് കാര്യവും ലോകത്തിനൊരുത്തം പറഞ്ഞു കഴിഞ്ഞാൽ ലോകം ശപിക്കപ്പെട്ടവർ എന്ന് കണക്കാക്കുന്ന ആളുകളാണ് ഇവിടെ അനുഗ്രഹീതെന്ന് പറയുന്നത്. ഇതെങ്ങാനും മനുഷ്യന്റെ അടുത്ത് പോയി പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളെ തല്ലിക്കൊന്നില്ലെങ്കിലേ ഉള്ള അത്ഭുതം. ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ലൂക്കോസിൽ അത് പറഞ്ഞിട്ടില്ല. ലൂക്കോസിൽ ആത്മാവിൽ നിന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ല. ഈവൻ ജസ്റ്റ് പ്ലെയിൻ ഹി സേസ് എന്താണ്? ബ്ലെസ്ഡ് ആർ ദ പുവർ. ആർ ദ പുവർ എന്നല്ല, ബ്ലെസ്ഡ് ബിക്കോസ് യു ആർ പുവർ. ദരിദ്രരായ നിങ്ങൾ,
ഭാഗ്യവാന്മാരാണ്. ദാരിദ്ര്യത്തിൽ കിടക്കുന്ന, യാതൊരു രീതിയിലും യാതൊരു പ്രതീക്ഷയില്ലാതെ കഷ്ടതയിൽ മുങ്ങിത്താണ്, ഭാവി എന്താണെന്ന് അറിയാൻ വയ്യാത്ത, ഇവിടുത്തെ ആ പുവർ എന്ന വാക്കിന്റെ പ്രത്യേകത അതാണ്. അത്രയ്ക്കും കഷ്ടതയിൽ കിടക്കുന്ന ഒരാളുടെ അടുത്ത് ചെന്നിട്ട് നിങ്ങൾ ബ്ലസ്സഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും എൻ്റെ അത്ഭുതം? നമ്മളെല്ലാവരും എന്താ പറയത്തുള്ളൂ? അയ്യോ എന്തൊരു കഷ്ടം എൻ്റെ ജീവിതം എന്നേ പറയത്തുള്ളൂ, ഇല്ലേ? രണ്ടാമത് നോക്കുമ്പോഴും ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. ദുഃഖിക്കുന്നവരെന്ന് തന്നെയല്ല ശരിക്കും അവർ പറയുന്നത് എന്താണ്? മരിച്ചു പോയവർക്ക് വേണ്ടി എന്നതുപോലെ മോങ്ങിക്കരയുന്നവർ എന്നാണ്. ബ്ലസ്സഡ് ആർ ദോസ് ഹൂ മോൺ. മോങ്ങിക്കരയുന്നവർ ഭാഗ്യവാന്മാർ. അത് നമ്മൾ ലോകത്തോട് പറഞ്ഞാൽ മനസ്സിലാകുന്ന കാര്യമല്ല. ലോകത്തിന് ഒരിക്കലും ഇത് ബ്ലസ്സഡ്നെസ് അല്ല, അതൊരു കേഴ്സാണ്. പക്ഷെ യേശു പറയുന്നു എന്താണ്? ഇതാണ് ബ്ലസ്സഡ് സ്റ്റേജ്. യേശു അനുഗ്രഹീതർ എന്ന് പറഞ്ഞതൊക്കെ മറ്റുള്ളവർ ശപിക്കപ്പെട്ടവർ എന്ന് പറഞ്ഞവരെയാണ്. യേശുവിന്റെ രാജ്യത്തിന്റെ സ്റ്റാൻഡേർഡ് എത്ര വ്യത്യസ്തമാണെന്ന് നമ്മളിവിടെ അറിയുന്നത്. ഒരു കിങ്ഡം സ്റ്റാൻഡേർഡ്, അവന്റെ രാജ്യത്തിന്റെ പ്രത്യേകത എന്നാണ്. യേശുവിന്റെ വാക്കുകളുടെ ഒരു പ്രത്യേകത, അത് ആളുകളെ വെട്ടിലാക്കുന്നതാണ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വയ്യാത്ത ഒരു സ്റ്റേജ്. ഇന്നും യേശു പറഞ്ഞ വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ പറയും, യേശു പറഞ്ഞത് വാക്കുകളുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപക്ഷെ ഞാൻ ചിലപ്പോൾ അതൊക്കെ ചിലപ്പോൾ ആളുകൾ പറയുമ്പോഴത്തേക്ക് ആളുകൾ പെട്ടെന്ന് ചിരിക്കുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നടക്കത്തില്ലെന്നുള്ള രീതിയിലാണ് ചിരിക്കുന്നത്, ഇല്ലേ? ഞാൻ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ട്, മണി ഈസ് ദ ചീപ്പസ്റ്റ് തിങ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും വിലയില്ലാത്ത സാധനം എന്ന് പറഞ്ഞാൽ പൈസയാണ്. അപ്പൊ ഇയാൾ തെറ്റിപ്പറഞ്ഞാണെന്ന് ആൾക്കാർ ചിന്തിക്കത്തുള്ളൂ. കാര്യം നമ്മുടെ മനസ്സിൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും വിലയില്ലാത്ത സാധനം പണമാണെന്ന് പറഞ്ഞാൽ ഞാരെല്ലാം സമ്മതിക്കും. പക്ഷേ ദാറ്റ് ഇസ് റിയാലിറ്റി. ഉള്ളത് പറഞ്ഞാൽ ഉറിയും ചിരിക്കുമെന്ന് പറഞ്ഞതുപോലെ അതാണ് ഏറ്റവും വലിയ സത്യം. ഇപ്പം ഞാനൊരു ചർച്ചിൽ അടുത്ത സമയത്ത് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ മക്കളെ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുവെങ്കിൽ അവരോട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഉപകാരം നിങ്ങൾ അവർക്ക് വേണ്ടി ഒന്നും സമ്പാദിക്കാതിരിക്കുകയാണ്. ഇപ്പൊ തന്നെ ആൾക്കാർക്ക് ചിരി വരുന്നുണ്ട്. നിങ്ങളുടെ മക്കളെ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മക്കളോട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഉപകാരം നിങ്ങൾ അവർക്ക് വേണ്ടി യാതൊന്നും സമ്പാദിച്ചു കൊടുക്കാതിരിക്കുകയാണ്. കാര്യം എന്നറിയാമോ? സമ്പാദ്യങ്ങൾ ഉള്ളതാണ് ഇന്ന് ഈ കുഞ്ഞുങ്ങൾ ഇത്രയും തെറ്റിപ്പോകാനുള്ള കാരണം. കാര്യം അവർക്ക് ചെയ്യാനൊന്നുമില്ല. നിങ്ങൾക്കൊക്കെ ജോലി കിട്ടിയപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക, ജോലി കിട്ടിയ സമയത്ത് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ, ഇനിയും അനിയനെ പഠിപ്പിക്കണം, സഹോദരിയെ കല്യാണം കഴിപ്പിച്ചു വിടണം, അതല്ലെങ്കിൽ വീടൊന്ന് പുതുക്കണം, അതല്ലെങ്കിൽ ഒരു വണ്ടി വാങ്ങിക്കണം, അതൊക്കെ പിന്നത്തെ കാര്യമാണ്. ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങളൊക്കെ ആലോചിച്ചാൽ നമ്മൾ ജോലിക്ക് കയറിയത്, അല്ലേ? ജോലിക്ക് കയറി ശമ്പളം കിട്ടിയപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് സ്വന്തമായിട്ടൊരു പൈസ എടുക്കാൻ വാസ്തവത്തിൽ ഇല്ലായിരുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 100 കൂട്ടം കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. ഇന്നത്തെ ഒരു ചെറുക്കന്റെ കാര്യം ആലോചിച്ച് നോക്കിയേ. അവൻ IT ഫീൽഡ് കഴിഞ്ഞിട്ട് നേരെ IT പഠിത്തം കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് കയറുമ്പോൾ അവന്റെ കിട്ടുന്ന ആദ്യത്തെ ശമ്പളം 40,000-50,000 രൂപയാണ്. അവന് അനിയനെ പഠിപ്പിക്കണ്ട, കാര്യം അത് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. പെങ്ങളെ കെട്ടിക്കണ്ട, അത് ഓൾറെഡി കഴിഞ്ഞു. പിന്നെ വീട് പണിയണ്ട, അടുത്ത ഒരു 40 വർഷത്തേക്ക് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വീട് നിങ്ങൾ അവന് പണിത് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും പുതിയൊരു കാറ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ 50,000 കൊണ്ട് എന്തോ ചെയ്യും? പിന്നെ 50,000 കൊണ്ട് അവൻ എന്തോലൊക്കെ ചെയ്യും. അന്നേരമാണ് എന്ത് ചെയ്യുന്നത്? ഈ പിള്ളേർ പാപത്തിൽ വീണു പോകാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം അതാണ്. അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ ജീവിതം വലിയ കുഴപ്പമില്ലാതെ പോയത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടായിരുന്നത് കൊണ്ടാണ്. നിങ്ങളുടെ പിള്ളേരുടെ ജീവിതം തകരാറിലായി പോകുന്നത് അവർക്കൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ടാണ്. അവർക്കും എന്തെങ്കിലും ചെയ്യാനുണ്ടാകട്ടെ. നിങ്ങൾ അവർക്ക് വേണ്ടി സമ്പാദിച്ചു കൊടുത്തോണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. ഞാനീ പറയുന്നത് വേറെ കാര്യമൊന്നുമല്ല, പക്ഷേ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് നമ്മൾ പലപ്പോഴും അറിയുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. ഈ കുഞ്ഞുങ്ങൾ തെറ്റിപ്പോകുന്നതിന്റെ ഒരു പാപം ചെയ്യണമെങ്കിലും കാശ് വേണമല്ലോ, ഇമ്മ പറ്റൂ? പാപം ചെയ്യണമെങ്കിൽ എന്തോണ്ടല്ലേ പറ്റുള്ളൂ? അതിനുള്ള റിസോഴ്സ് ഇല്ലാതെ പറ്റുമോ? അത് നിങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ പട്ടയിൽ. സോ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഉപകാരം മറ്റൊന്നുമല്ല, അവർക്ക് എഡ്യൂക്കേഷനൊക്കെ കൊടുത്തു, പക്ഷെ അവർക്ക് വേണ്ടി നിങ്ങളൊന്നും സമ്പാദിച്ചു കൊടുക്കാൻ പാടില്ല. സമ്പാദിച്ചു കൊടുത്താൽ അവൻ തെറ്റിപ്പോകും, അതിന് യാതൊരു സംശയമില്ല, ഒരു സംശയമില്ല. ഇത് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുകയായിരുന്നു, എന്തോ ചെയ്യാൻ ഇല്ലേ? ഞാൻ പറഞ്ഞത് ഈ യേശുവിന്റെ സംസാരം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മനസ്സിൽ പെട്ടെന്ന് അത് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ട്. ഇതുപോലെയുള്ള വാക്കുകളൊക്കെ കർത്താവും പറഞ്ഞത്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. അതിന്റെ റീസണും ഉണ്ട് കർത്താവിന്. പക്ഷെ യേശുവിന്റെ വാക്കുകൾ നമുക്ക് മനസ്സിലാകണമെങ്കിൽ സ്വാഭാവികമായി ജീവിക്കുന്ന ലൗകിക മനുഷ്യനത് പറ്റത്തില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ അവന്റെ മനസ്സിലേക്ക് കയറിയെങ്കിലേ പറ്റുള്ളൂ. ഗിരിപ്രഭാഷണം നമുക്ക് വായിച്ചു പോകാൻ സുഖമാണ്, പക്ഷേ വായിച്ച് ഗ്രഹിച്ചാൽ
അനാത്മികനാണെങ്കിൽ നിങ്ങളുടെ തലയ്ക്ക് വട്ട് പിടിക്കും. ഗിരിപ്രഭാഷണം വായിച്ചിട്ട് ചുമ്മാതെ എഴുന്നേറ്റ് പോകാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഒന്നുകിൽ നിങ്ങൾക്കിത് മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ മൂത്ത കള്ളനാണ്. ഇതിലേതെങ്കിലും ഒരു കാര്യമുണ്ട്. ഇത് വായിച്ചേച്ച് നിങ്ങൾക്ക് കൂളായിട്ട് എഴുന്നേറ്റ് പോകാൻ പറ്റുമെങ്കിൽ അതിന്റെ അർത്ഥം ഒന്ന്, എന്ത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ല. അതല്ലെങ്കിൽ എന്താണ്, നിങ്ങൾ അസാമാന്യമായ കള്ളത്തരം അറിയാവുന്നവരാണ്. അല്ലെങ്കിൽ അത് നമ്മളെ വേദനിപ്പിക്കും. ഓസ്വാൾഡ് ചേമ്പേഴ്സ് പറഞ്ഞു, ഇറ്റ് ഇസ് ലൈക്ക് സ്പിരിച്വൽ ടോർപിഡോസ് എന്നാണ് പറഞ്ഞത്. സ്പിരിച്വൽ ടോർപിഡോസ് ആണ്. ചെന്ന് കിഴിഞ്ഞ്, എന്താണ് ടോർപിഡോസിന്റെ പ്രത്യേകതയുണ്ട്, ഇറ്റ് ഇസ് നോട്ട് പോകുമ്പോൾ പൊട്ടുകയെന്നല്ല, ചെന്ന് പൊട്ടി ഇതങ്ങ് കറങ്ങി തിരിഞ്ഞ് ചെതറിക്കുന്നതാണ്, സ്മാഷ് ചെയ്യുന്നതാണ്, നമ്മളെ ചെതറിച്ച് കളയുന്നതാണ്. അങ്ങനെ ഒരു സ്റ്റേജ്. വെൻ യു റീഡ് ദ ബൈബിൾ, വെൻ യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് റിട്ടൺ ഇൻ ദ ബൈബിൾ, ഇറ്റ് ഇസ് ലൈക്ക് ദാറ്റ്. ഞാൻ ഒരിക്കൽ ഒരു സ്ഥലത്ത് ക്ലാസ് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പെൺകുട്ടി, അവള് സ്കൂളിൽ പഠിപ്പിക്കുക, അവളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, മാൻ, sometimes I feel when I'm comfortable, you are coming here and you smash me. ഒരുമാതിരി സ്വസ്ഥമായിട്ട് വലിയ കുഴപ്പമില്ല എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് നീ വന്നിട്ട് എന്നെ പുകച്ചു കളയുമല്ലോ എന്ന്. അതാണ്, പുകച്ചു കളയുന്നതാണ് വേദപുസ്തകം. ഇത് നമ്മളെ പുകയ്ക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഇതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുന്നില്ല. ദീസ് ആർ സ്പിരിച്വൽ ടോർപിഡോസ്. അതങ്ങനെ വേണം. ഗിരിപ്രഭാഷണം നമ്മൾ വായിക്കുമ്പോൾ, വേദപുസ്തകത്തിന്റെ ഏത് ഉപദേശങ്ങൾ, യേശുവിന്റെ ഉപദേശങ്ങൾ വായിക്കുമ്പോൾ നമ്മളെ പുകച്ചു കളയണം, സ്മാഷ് ചെയ്യണം, പൊട്ടിച്ചു കളയണം, സ്റ്റോമിങ്, നമ്മളെ അങ്ങ് തകർത്ത് കളയണം. അത് ഇവിടെ അതാണ്. ഇത് അനുസരിക്കാൻ നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഇത് വായിക്കാനുള്ളതല്ല, എന്തിനുള്ളതാണ്? ഇത് നല്ല ആശയമാണെന്ന് പറഞ്ഞിട്ട് അർത്ഥമൊന്നുമില്ല. പലപ്പോഴും ഇത് വായിച്ചു കഴിഞ്ഞാൽ ആളുകൾ പറയും, നല്ല ആശയമാണ് കേട്ടോ, വളരെ നന്നായിരിക്കുന്നു. അങ്ങനെ ആശയമായിട്ടുള്ള കാര്യങ്ങളല്ല ഇത്. യു നീഡ് ടു ഒബേ ഇറ്റ്. അതുകൊണ്ടാണ് ഇവിടെ തുടങ്ങിയപ്പോൾ വായിച്ച വാക്യം എന്താണ്? ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെ എന്നാ പറഞ്ഞത്, അല്ലാതെ കേൾക്കുന്നവനല്ല. എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് തുല്യനാകും. കേൾക്കുന്നവനല്ല. നല്ല ആശയമാണെന്ന് പറഞ്ഞു പോകാൻ എളുപ്പമാണ്. വളരെ നല്ലതാണെന്ന് പറയാൻ വേണ്ടി അല്ല നമ്മൾ വേദോസം പഠിക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? അത് പ്രാക്ടീസ് ചെയ്യാനാണ്, അത് ചെയ്യാനുള്ളതാണ്. ദൈവവചനം നമ്മൾ അനുസരിക്കാനുള്ളതാണ്, അത് കേൾക്കാൻ മാത്രമുള്ളതല്ല. ബിബ്ലിക്കൽ ലിവിങ്, അത് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. പലപ്പോഴും പിശാച് നമ്മളോട് പറയുന്ന ഒരു കള്ളത്തരമുണ്ട്, ബിബ്ലിക്കൽ ലിവിങ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ. വേദോസപ്രകാരമുള്ള ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനൊന്നും നടക്കത്തില്ല എന്നാണ് പിശാച് നമ്മളോട് പറയുന്നത്. എപ്പോഴും നമ്മൾ വേദപുസ്തകത്തിലെ ഓരോരുത്തരുടെ കാര്യങ്ങൾ പഠിക്കുമ്പോഴെല്ലാം നമ്മളവിടെ എന്താണ് കാണുന്നത്? നമ്മളുടെ മനസ്സിൽ ചിന്തിക്കും, ഓ അതൊക്കെ ഇപ്പം ഏലിയാവ് അങ്ങനെയൊക്കെ ചെയ്തു കാണും, ഇപ്പൊ ഏലിയാവ് ആരാ, ഞാൻ ആരാ? ചില ആളുകൾ പറയുന്നത് ഇയ്യോബ് കഷ്ടം, ഞാനെന്നാ ഇയ്യോബാണ്, നമ്മളെന്നാ യേശുക്രിസ്തു ആന്നു, നമ്മളെന്നാ പൗലോസാന്നു. ഇത് പിശാചാണ് നമ്മളോട് പറയുന്നത്. കാരണം വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ജീവിതം അതേപോലെ ജീവിക്കാൻ വേണ്ടി കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇറ്റ് ഈസ് പ്രാക്ടിക്കൽ, അല്ലെങ്കിൽ ഇതിനകത്ത് പറ്റത്തില്ല. പക്ഷേ നമ്മളത് അനുസരിക്കുന്നത് സ്വന്തം കഴിവുകൾ കൊണ്ടല്ല. അതൊരു ഫാക്റ്റാണ്. സ്വന്തം കഴിവുകൾ കൊണ്ടല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു സാധാരണ മനുഷ്യൻ ഇത് വായിക്കുമ്പോഴത്തേക്ക് അവൻ നിരാശയിലേക്ക് വീണു പോകുകയാണ്. ഗിരിപ്രഭാഷണം ഒരു സാധാരണ മനുഷ്യൻ വായിച്ചാൽ അവനെന്ത് പറയും? എനിക്കിങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ല. അവൻ നിരാശയിലേക്ക് വീണു പോകുന്നു. നിരാശയിലേക്ക് വീഴണം. കാരണം ആ നിരാശയിൽ വീഴുമ്പോഴാണ് അവൻ സ്വയപരിശ്രമത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്. പല സമയത്തും ഒരു വലിയ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേദവസപ്രകാരമുള്ള ജീവിതം ജീവിക്കാൻ നമ്മൾ നമ്മുടെ നാച്ചുറൽ എബിലിറ്റി ഉപയോഗിക്കുന്നത്. നമുക്ക് സ്വാഭാവിക ജനനം കൊണ്ട് ലഭിച്ചിരിക്കുന്നതായ ശക്തി എന്ന് പറയുന്നത്, വെൻ വി ആർ ബോൺ ഇൻ ടു ദിസ് വേൾഡ്, വി ആർ ബോൺ ഓഫ് ആഡം. നാച്ചുറൽ ബർത്തിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്, നമ്മൾ ആദാമിന്റെ മക്കളാണ്. ആദാമിൽ നിന്നാണ് നമ്മൾ എല്ലാവരും ജനിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ജനനത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന മാക്സിമം ശക്തി എന്ന് പറയുന്നത് ആദാമിന്റെ ശക്തിയേ ഉള്ളൂ. ആദാമിന് എത്ര ശക്തി ഉണ്ടായിരുന്നുള്ളത് നമുക്കറിയാം. പെണ്ണുമ്പോൾ ഒരു പഴം പറിച്ചു തന്നിട്ട് ഇത് നല്ലതാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് തിന്നുപോയ അത്ര ശക്തിയൊക്കെ ആർക്കുള്ളൂ? ആദാമിന് ഉള്ളൂ. അപ്പോൾ ആദാമ്യ പ്രകൃതി കൊണ്ട് ഒരു ആത്മീയ ജീവിതം ജീവിക്കാൻ പരിശ്രമിച്ചാൽ നമുക്ക് ജീവിക്കാൻ കഴിയത്തില്ല. അതൊരു ഫാക്റ്റാണ്.
അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ കടക്കുവാൻ കഴിയുകയില്ല. നമുക്കിത് കഴിയുന്നത് എന്തുകൊണ്ടാണ് ഗിരിപ്രഭാഷണം നമുക്ക് സാധ്യമായി തീരുന്നത്? ഒറ്റ കാരണമേ ഉള്ളൂ. നമ്മൾ നാച്ചുറൽ ബർത്ത് മാത്രമല്ല നമുക്കുള്ളത്, വി ആർ ബോൺ ഓഫ് ദ സ്പിരിറ്റ്. നമ്മൾ ആത്മാവിൽ നിന്ന് ജനിച്ചവരാണ്. ആത്മാവിൽ നിന്ന് ജനിക്കുമ്പോൾ നമ്മൾ ആദാമിന്റെ പ്രകൃതി അല്ല, യേശുവിന്റെ പ്രകൃതമാണ് സ്വീകരിക്കുന്നത്. കാരണം യേശുവും ആരിൽ നിന്നാണ് ജനിച്ചിരിക്കുന്നത്? ആത്മാവിൽ നിന്നാണ്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടും, നിന്നിൽ ജനിക്കുന്ന വിശുദ്ധ പ്രജ. സി, ബിക്കോസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ആത്മാവിനാൽ ജീസസ് വാസ് ബോൺ ഓഫ് ദ സ്പിരിറ്റ്. യേശു ആത്മാവിൽ ജനിച്ചതുകൊണ്ടാണ് യേശു ജീവിച്ചതുപോലെ ഒരു ജീവിതം ജീവിക്കാൻ കഴിയുന്നത്. നമ്മൾ ആദാമിൽ നിന്ന് ജനിച്ചിട്ട് യേശു ജീവിച്ചതുപോലെ ജീവിക്കാൻ പറഞ്ഞാൽ നടക്കത്തില്ല. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യുന്നു? ദൈവം നമുക്ക് ഒരു പുതുജനനം നൽകിയിരിക്കുന്നു. ആ പുതുജനനം ആദാമിൽ നിന്നല്ല. ആരിൽ നിന്നാണ്? ആത്മാവിൽ നിന്നാണ്. അതുകൊണ്ട് ആത്മാവിന്റെ ജീവിതം ജീവിക്കുവാൻ നമ്മെ ശക്തീകരിക്കുന്നത് എന്റെ അമ്മയിൽ നിന്ന് ജനിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ആദാമ്യ പ്രകൃതിയല്ല, പ്രത്യുത പുതുജനനത്താൽ ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ആത്മപ്രകൃതമാണ്. ബിക്കോസ് I am born of the Spirit, I can live a spiritual life. I can. യേശു ജീവിച്ചതുപോലെ എനിക്ക് ജീവിക്കാൻ പറ്റുമോ? Yes. Why? Because he is born of the Spirit, I am also born of the Spirit. പക്ഷെ നമ്മുടെ ഒരു പ്രോബ്ലം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീണ്ടും ജനിച്ചവർ തന്നെ ജീവിക്കുന്നത് പലപ്പോഴും ആദാമിനെ പോലെയാണ്. അതാ ഒരു വലിയ പ്രശ്നം. കാര്യം നമ്മൾ തന്നെ അറിയുന്നില്ല നമ്മൾ ആത്മാവിൽ ജനിച്ച വിവരം. ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഉപമയാണ്, സംടൈംസ് ഐ എം ടെംപ്റ്റഡ് നോട്ട് ടു ടെൽ റിപ്പീറ്റ് തിങ്സ്. പക്ഷേ ഇത് ചില കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്തെങ്കിൽ നമുക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് ഉപയോഗിക്കുന്നത്. ഇറ്റ്സ് എ വെരി സിമ്പിൾ തിങ്. ഒരു കോഴി മുട്ട വിരിക്കുന്ന സമയത്ത്, മുട്ട വിരിക്കാൻ വേണ്ടി വെച്ച കൂട്ടത്തില് 10 മുട്ട കൊണ്ട് വെച്ചു. അതിനകത്ത് 9 എണ്ണം കോഴിമുട്ടയായിരുന്നു. പക്ഷെ അറിയാതെ ഒരെണ്ണം കഴുകന്റെ മുട്ടയായിരുന്നു. പക്ഷേ അത് വിരിഞ്ഞു കഴിഞ്ഞപ്പോൾ 9 കോഴിക്കുഞ്ഞും 1 കഴുകന്റെ കുഞ്ഞും. പക്ഷെ കഴുകൻ കുഞ്ഞിന് അറിയത്തില്ലല്ലോ ഇത് കഴുകന്റെ കുഞ്ഞാണെന്നുള്ളത്. അതുകൊണ്ട് കഴുകന്റെ കുഞ്ഞും എന്ത് ചെയ്തുകൊണ്ടിരുന്നു? കോഴിക്കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ മണ്ണിങ്ങനെ സ്ക്രാച്ച് ചെയ്ത് പുഴുക്കളെ തിന്നുകൊണ്ട് ജീവിച്ചു. പക്ഷേ കോഴിക്കുഞ്ഞ് തിന്നുന്ന അത്രയൊന്നും പോരാ ഇതിന്. ഇത് ഒത്തിരി പുഴുക്കളെ എല്ലാം തിന്നുന്നുണ്ട്. You know what happens? After some time, it was becoming more bigger and stronger. പക്ഷേ ഇതിനൊരിക്കലും മനസ്സിലായില്ല ഇത് എന്താണെന്ന്, കഴുകന്റെ കുഞ്ഞ് ആണെന്ന്. അങ്ങനെ എനിക്ക് ഒരു കഴുകൻ മോളിൽ കൂടെ പറന്നു പോയപ്പോൾ നോക്കിയപ്പോൾ കോഴിക്കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ ഒരു കഴുകൻ നിന്ന് കളിക്കുന്നു. അപ്പൊ ഈ കഴുകൻ നേരെ ഊളിയിട്ട് താഴോട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് കോഴിക്കുഞ്ഞെല്ലാം ഓടി രക്ഷപ്പെട്ടു. പക്ഷേ ഈ കഴുകന്റെ കുഞ്ഞിനെ രക്ഷപ്പെടാൻ പറ്റിയില്ല. അത് ഈ കിളിത്തട്ട് കളിക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ഒടുവിൽ കഴുകൻ എന്ത് ചെയ്തു? ഈ കഴുകന്റെ കുഞ്ഞിനെ ഫിക്സ് ചെയ്തു. ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് വെച്ചു, നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? നീ എന്തിനാ ഇവരുടെ കൂടെ ഇരുന്ന് കളിക്കുന്നത്? എന്നെ പറഞ്ഞ്, ഞാൻ പിന്നെ ആരുടെ കൂടെ കളിക്കേണ്ടത്? നീ എന്തിനാണ് ഈ കോഴിക്കുഞ്ഞിനോട് കളിക്കേണ്ടത്? കോഴിക്കുഞ്ഞുങ്ങളുടെ കൂടെ ഇവരാരാ? എന്ന് പറഞ്ഞാൽ അവരെന്റെ സഹോദരന്മാരും സഹോദരിമാരും ഒക്കെയാ. അതെങ്ങനെ നിന്റെ സഹോദരന്മാരും ആകുന്നത്? അവർ കോഴിക്കുഞ്ഞുങ്ങളല്ലേ? അതെ, ഞാനൊരു കോഴിക്കുഞ്ഞാണല്ലോ. നീ എങ്ങനെ കോഴിക്കുഞ്ഞാകുന്നത്? യു ആർ എൻ ഈഗിൾ. നീ ഒരു കഴുകന്റെ കുഞ്ഞല്ലേ? അയ്യോ, കഴുകെന്ന് പറയല്ലേ, ഞങ്ങളുടെ അമ്മ പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു ശത്രുവുണ്ട്, ശത്രുവിന്റെ പേരാണ് കഴുകൻ. മിണ്ടല്ലേ, എനിക്ക് പേടിയാ. മോനെ അങ്ങനല്ല, യു ആർ ആൻ ഈഗിൾ. നീ ഒരു കഴുകന്റെ കുഞ്ഞാണ്. എന്നെ നോക്ക, ഞാനൊരു കഴുകനാ. അതെ, എനിക്കിപ്പോ പേടി വരുന്നുണ്ട്. പറഞ്ഞു, നീ എന്തിനാ പേടിക്കുന്നേ? നീയും കഴുകന്റെ കുഞ്ഞാ? അല്ല. പിന്നെ നീ എങ്ങനെ നിന്റെ വിങ്സ് ഒക്കെ ഇത്രയും വലുതായിരിക്കുന്നത്? അതെ, എന്റെ സഹോദരന്മാർക്കും സഹോദരിമാർക്കും ഒക്കെ 2-3 പുഴുക്കളെ തന്നു. പക്ഷെ എനിക്ക് വിശപ്പാ, അതുകൊണ്ട് ഞാൻ 8ഉം 10ഉം ഒക്കെ തിന്നും. അങ്ങനെ ഞാനങ്ങ് വലുതായതാ. മോനെ അല്ല, നീ ഒരു കഴുകനാ, നിനക്ക് പറക്കാൻ പറ്റും. പറക്കാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഈ കഴുകൻ കുഞ്ഞു പറഞ്ഞു, ഇല്ലില്ല, എന്റെ അമ്മ പോലും ഇന്നാളി പറക്കാൻ നോക്കി, കുറച്ച് പറന്നിട്ട് താഴെ വീഴുന്നു. അതുകൊണ്ട് എനിക്ക് പറക്കാനൊന്നും പറ്റത്തില്ല. പക്ഷെ ഈ കഴുകൻ പിന്നെയും ഇതിനെ പ്രോത്സാഹിപ്പിച്ചു, നിന്റെ വിങ്സ് നോക്ക്, എന്റെ വിങ്സ് നോക്ക്, ഇതുപോലെയാണ്, യു ട്രൈ ഫ്ലൈയിങ്, നീ ഒന്ന് പറന്ന് നോക്ക് എന്ന് പറഞ്ഞ് സംഹൗ ഇതിനെ മനസ്സിലാക്കി ഇറ്റ് സ്റ്റാർട്ടഡ് ഫ്ലൈയിങ്. പറക്കാൻ നോക്കിയാൽ പറക്കാൻ പറ്റുന്നുണ്ട്. ബിക്കോസ് ഇറ്റ്സ് ആൻ ഈഗിൾ.
പറക്കാൻ പറ്റുന്നുണ്ട്. അപ്പം കഴുകൻ പറഞ്ഞു, കണ്ടോ, യു ആർ ആൻ ഈഗിൾ. എടാ, കോഴിയെ തിന്ന് ജീവിക്കേണ്ട നീ പുഴുവിനെ തിന്നാ ഇപ്പൊ ജീവിക്കുന്നത്. എന്തൊരു കഷ്ടമാ. യു ആർ ആൻ ഈഗിൾ, നീ ഒരു കഴുകൻ കുഞ്ഞാണ്. അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയത് കൊണ്ട് ഇത് പറക്കാൻ തുടങ്ങി. ഇറ്റ് സ്റ്റാർട്ടഡ് ഫ്ലൈയിങ് ഹൈ. യു നോ വൈ? അതിന്റെ ട്രെയിനിങ് കൊണ്ടല്ല. ആണോ? ബിക്കോസ് ഇറ്റ് ഈസ് ബോൺ ആസ് എൻ ഈഗിൾ. ആൻ ഈഗിൾ ഈസ് ബോൺ ടു ഫ്ലൈ. കോഴിക്കുഞ്ഞ് പറക്കാനായിട്ട് ജനിച്ചതല്ല. അത് വഴി കൂടെ നടന്ന് സ്ക്രാച്ച് ചെയ്ത് പുഴുക്കളെ തിന്നാൻ വേണ്ടിയാണ്. ബട്ട് ഈഗിൾ ഈസ് ഡിഫറെന്റ്. വ്യത്യാസം ഉണ്ടാക്കുന്നത് ജനനമാണ്. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സേ? വി ആർ ബോൺ ഓഫ് ദ സ്പിരിറ്റ്, സോ വി ഫ്ലൈ ഹൈ. ഇനിയും താഴെ കിടന്ന് സ്ക്രാച്ച് ചെയ്ത പുഴുക്കളെ തിന്നാൻ അല്ല ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത്. ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഭയങ്കര കഷ്ടമാണ്. ഇന്നത്തെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ പ്രവാചകന്മാരും ക്രൂസൈഡുകാരനും എല്ലാം വന്ന് നമ്മൾ കോഴിക്കുഞ്ഞാന്നാ പറയുന്നത്. അതുകൊണ്ട് എന്താ പറയുന്നറിയാമോ? 2011 7-ാം മാസത്തിൽ ദൈവം നിനക്ക് വലിയ 2 പുഴുക്കളെ വെച്ചിട്ടുണ്ട്. നിന്റെ ജോലിയിൽ ഒരു ഉദാഹരണം. പ്രിയമുള്ളവരെ, ഏത് പ്രവാചകൻ വന്ന് നിങ്ങളോട് പറയുന്നു യു ആർ നോട്ട് എ ചിക്ക്, യു ആർ എൻ ഈഗിൾ, വൈ ഡോണ്ട് യു ജസ്റ്റ് ഫ്ലൈ ഹൈ? അവനാ യഥാർത്ഥ പ്രവാചകൻ. നിന്നെ ഉയരത്തിലേക്ക് പറക്കാൻ പഠിപ്പിക്കുന്നവനാണ് യഥാർത്ഥ പ്രവാചകൻ. അല്ലാതെ നിനക്ക് ദൈവം പുഴുക്കളെ വെച്ചിരിക്കുന്നു, നിനക്കൊരു വീട് വെക്കുന്നു, നീ ഒരു കാറ് വാങ്ങിക്കുന്നു, നീ ഒരു ജോലിയിൽ നിനക്കൊരു ഉന്നമനം കാണുന്നു, എന്ത് കണ്ടാലും ഇതെല്ലാം പുഴുക്കളാന്ന് മനസ്സിലാക്കണം. അതിക്കുള്ളൊന്നുമില്ല. പക്ഷേ an eagle is born to fly and an eagle can fly high. പ്രോബ്ലം എന്താണ്? വീണ്ടും ജനിച്ചിട്ടും ആത്മാവിനാൽ ജനിച്ചിട്ടും ആത്മാവിന്റെ മക്കളാണെന്നുള്ള തിരിച്ചറിവുണ്ടാകാതെ വീണ്ടും വീണ്ടും താഴെ കിടന്ന് കൈവിരലിട്ട് മണ്ണ് സ്ക്രാച്ച് ചെയ്ത് മണ്ണിനോടുള്ള അഫിനിറ്റിയിൽ ജീവിക്കുന്നത് കൊണ്ടാണ് നമുക്കിന്ന് ആത്മാവിന്റെ ജീവിതം അസാധ്യമാണെന്ന് തോന്നുന്നത്. ഈ കഴുകൻ കുഞ്ഞ് പറഞ്ഞതുപോലെ എന്റെ അമ്മ നടന്നില്ല. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള സഹോദരന്മാരും എല്ലാം അവരെ ആർക്കും പറക്കാൻ പറ്റുന്നില്ല, അവരെല്ലാം പുഴുവിനെ തിന്നാ ജീവിക്കുന്നത്. പിന്നെ ഞാനെങ്ങനെ ഈ ആത്മാവിന്റെ ജീവിതം ജീവിക്കുന്നത്? അവരല്ല നിങ്ങൾ. ആദാമ്യ പ്രകൃതിയിലല്ല നമ്മളിപ്പോൾ ജീവിക്കേണ്ടത്, ആത്മാവിന്റെ പ്രകൃതത്തിലാണ് ജീവിക്കേണ്ടത്. We need to see that we are flying high. അതിന് നിങ്ങൾക്ക് കഴിവുണ്ട്. എന്തുകൊണ്ട്? ബിക്കോസ് യു ആർ ബോൺ ഓഫ് ദ സ്പിരിറ്റ്. അതുകൊണ്ട് ആത്മാവിൽ ജനിച്ചവന് മാത്രമേ ഗിരിപ്രഭാഷണത്തിലെ ആത്മാവിൽ ജനിച്ച യേശു പറഞ്ഞ യേശുവിന്റെ ഉപദേശങ്ങൾ അനുസരിക്കാൻ പറ്റുള്ളൂ. അല്ലാത്തവർക്ക് പറ്റത്തില്ല. അല്ലാത്തവർക്ക് ഇത് വായിച്ചു കഴിഞ്ഞാൽ വട്ടുപിടിക്കാൻ യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മനുഷ്യൻ എന്ന നിലയിൽ, ആദാമ്യ പ്രകൃതിയിൽ ജീവിക്കുന്നവൻ എന്ന നിലയിൽ നമുക്ക് കടുത്ത നിരാശ ഉണ്ടാകണം. എനിക്കിത് കഴിയത്തില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട്? ബിക്കോസ് ഐ എം ബോൺ ഓഫ് ദ ഫ്ലഷ്. ബട്ട് ഞാൻ അങ്ങനെ പോകേണ്ടവനല്ല. ഞാൻ പുഴുക്കളെ തിന്ന് ജീവിക്കേണ്ടവനല്ല. എനിക്ക് ഉയരത്തിലേക്ക് പറക്കുവാൻ ആവശ്യമായ ശക്തി ഉള്ളടങ്ങിയിരിക്കുന്ന ഒരു ജന്മമുണ്ട്. ഐ എം ബോൺ അഗെയിൻ. ഐ എം എ ന്യൂ ക്രിയേഷൻ. ഞാനൊരു പുതിയ ജീവിയാണ്, ഞാനൊരു പുതിയ മനുഷ്യനാണ്, ഞാനൊരു പുതിയ സൃഷ്ടിയാണ്. ഇതാ പഴയത് കഴിഞ്ഞു പോയിരിക്കുന്നു, സകലതും പുതുതായിരിക്കുന്നു. പുതിയ ജീവിതം ജീവിക്കുവാൻ കർത്താവ് എനിക്ക് ഒരു വലിയ അനുഭവം തന്നിരിക്കുകയാണ്. വലിയ ഒരു ശക്തി എന്നിലേക്ക് പകർന്നിരിക്കുകയാണ്. മാനുഷികമായി നമുക്ക് ഉണ്ടാകുന്ന ഏറ്റവും താഴെ ഏറ്റവും വി ആർ റിയലി പുവർ. അതുകൊണ്ടാണ് വാസ്തവത്തിൽ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. ആ ദാരിദ്ര്യത്തിന്റെ തിരിച്ചറിവുണ്ടാവുകയാണ്. സ്വന്തം കഴിവുകൊണ്ട് നമുക്ക് ഇതൊരിക്കലും കഴിയുകയില്ല. എന്നാൽ ഇത് അസാധ്യവുമല്ല. എന്തുകൊണ്ട് അസാധ്യമല്ല? ബിക്കോസ് വി ആർ ബോൺ ഓഫ് ദ സ്പിരിറ്റ്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, നിരാശയിൽ നിന്ന്, ശരിക്കും ഒരു നിരാശയുടെ അനുഭവമാണ് ആത്മാവിൽ ദാരിദ്ര്യത്തിന്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ശരിക്കും ഒരു നിരാശയുടെ അവസ്ഥയാണ്. അവിടെ നിന്നാണ് ഉയിർപ്പുണ്ടാകേണ്ടത്, അവിടെ നിന്നാണ് നമുക്ക് ആശ്രയം ഉണ്ടാകേണ്ടത്. അപ്പോൾ ഇവിടെ ബ്ലെസ്ഡ് ആർ ദ പുവർ ഇൻ സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത ഏതാണ്? വെൻ ഐ സീ ദാറ്റ് ഐ എം പുവർ, ഐ ഡിപ്പെൻഡ് അപ്പോൺ ദ ലോർഡ്. ഞാൻ ദരിദ്രനാണെന്നുള്ള
തിരിച്ചറിവുണ്ടാകുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ ദൈവത്തില് ആശ്രയിക്കാനായിട്ട് പഠിക്കുകയാണ്. അതാണ് വാസ്തവത്തിൽ ദാരിദ്ര്യത്തിന്റെ ബ്ലെസ്സഡ്നെസ് എന്ന് പറയുന്നത്. കാരണം ധനികനായ ഒരു വ്യക്തിയും എന്ത് ചെയ്യത്തില്ല? ദൈവത്തിൽ ഒരിക്കലും ആശ്രയിക്കത്തില്ല. ധനികൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് മണി ദാറ്റ് മാറ്റേഴ്സ്. ഇഫ് ഐ ഫീൽ ഐ എം റിച്ച്, യു നോ വാട്ട് ഹാപ്പൻസ്? ഐ വിൽ നെവർ ഡിപെൻഡ് അപ്പോൺ ഗാഡ്. ഞാൻ റിച്ച് ആണെന്ന്, ഞാൻ റൈച്ചസ് ആണെന്ന്, ഞാൻ നീതിയുള്ളവനാണെന്ന്, ഞാൻ കഴിവുള്ളവനാണെന്ന്, ഞാൻ സ്വയമായിട്ട് ജീവിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുന്ന ഒരാളും എന്ത് ചെയ്യത്തില്ല? ദൈവത്തിൽ ആശ്രയിക്കത്തില്ല. അതുകൊണ്ട് ഈവൻ ഇൻ ഓൾഡ് ടെസ്റ്റമെന്റ് നമ്മൾ വായിക്കുമ്പോഴെല്ലാം അവിടെ കാണുന്നത്, നമ്മൾ 34 സങ്കീർത്തനം 6-ാം വാക്യത്തിൽ ഈ എളിയവൻ നിലവിളിച്ചു. എബിയോൺ, എളിയവൻ. എളിയവൻ എന്നുള്ള വാക്കിന് തുല്യമായ ഒരു വാക്കാണ് ഇവിടെ ചാക്കോസ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അവിടുത്തെ പ്രത്യേകത അത് ഒരു അട്ട പോവർട്ടിയാണ്, അല്ലാതെ വേറെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടവൻ എന്ന അർത്ഥത്തിലാണ്, ടോട്ടലായിട്ട്. അതിനെക്കുറിച്ച് കുറച്ചുകൂടെ നമുക്ക് പിന്നീട് അടുത്ത സെഷനിൽ നമുക്ക് പഠിക്കാം. എന്നാൽ ഇവിടുത്തെ ഒരു പ്രത്യേകത, തുടക്കം തന്നെ ദ കിങ്ഡം ഈസ് പോവർട്ടി, ഇറ്റ് ഈസ് നോട്ട് പൊസഷൻ. ലോകം പറയുന്നത് എന്താണ്? പൊസഷൻ ആണ് ബ്ലെസ്സഡ്നെസ് എന്ന് പറയുന്നു. ബട്ട് ജീസസ് സേസ് പോവർട്ടി ഈസ് ദ ബ്ലെസ്സഡ്നെസ്. അതുപോലെ ഈ ഒരു സെൻസ് ഓഫ് ആബ്സല്യൂട്ട് ഫ്യൂട്ടിലിറ്റി, എന്താണ്? ഒന്നിനും കൊള്ളാത്തവനാണ് ഞാൻ എന്നുള്ള ഒരു തിരിച്ചറിവ്. അനുഗ്രഹത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് ദാരിദ്ര്യത്തിന്റെ തിരിച്ചറിവിൽ നിന്നാണ്. ബ്ലെസ്സഡ് ആർ ദ പൂർ ഇൻ സ്പിരിറ്റ്, ഫോർ theirs ഈസ് ദ കിങ്ഡം ഓഫ് ഗാഡ്. യോനയുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ പലപ്പോഴും യോനയുടെ പുസ്തകത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. യോനയുടെ പുസ്തകത്തിൽ യോന ദൈവവുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്തിരുന്ന ഒരാളാണ്. എന്നാൽ ആ ക്ലോസ് അസോസിയേഷൻ തന്നെ ഇവരെ എന്ത് ചെയ്യുകയാണ്? ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് ഒളിച്ചോടാനായിട്ട് പ്രേരിപ്പിക്കുകയാണ്. ഒടുവിൽ ദൈവം എന്ത് ചെയ്യുന്നു? അവനെ, നമ്മുടെ ഭാഷ പറഞ്ഞ അടിച്ചൊടിച്ച് മടക്കി ഒതുക്കിയാണെങ്കിൽ എന്താണെങ്കിലും അവനെ മത്സ്യത്തിന്റെ വയറ്റിൽ ആക്കുകയാണ്. ജോന ചാപ്റ്റർ 2 അവിടെ കാണുന്നത്, അവൻ മത്സ്യത്തിന്റെ വയറ്റിൽ ചെന്നും തന്നെയല്ല, അവിടെ എഴുതിയിരിക്കുന്നത് ഞാൻ പാതാളത്തിന്റെ വയറ്റിൽ കിടന്ന് അയ്യം വിളിക്കുന്ന. അതായത് ഹി വാസ് സീയിങ് ഡെത്ത് ഫേസ് ടു ഫേസ്. അവൻ മരണത്തെ എന്ത് ചെയ്യാണ്? മുഖാമുഖം കാണുകയാണ്. ഇനി യാതൊരു പ്രതീക്ഷയും ഇല്ല എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക്. അതൊരു ഒരു വലിയ ഒരു പ്രത്യേകതയാണ്. ഇനി എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ, അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവന് ആ അവസ്ഥയിലേക്ക് വരത്തില്ലായിരുന്നേനെ. പക്ഷെ ഇവിടെ എന്താണ്? അവനൊരു ഒരു പ്രധാനമായ ഒരു തിരിച്ചറിവുണ്ടായാണ്, ഇനി എനിക്ക് യാതൊരു രീതിയിലുള്ള പ്രതീക്ഷയും ഇല്ല. അങ്ങനെ ജോന, ബുക്ക് ഓഫ് ജോന അതിന്റെ 2-ാമത്തെ അധ്യായത്തിൽ വേഴ്സ് 2, ഞാൻ എന്റെ കഷ്ടം നിമിത്തം യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരമരളി, ഞാൻ പാതാളത്തിന്റെ വയറ്റിൽ നിന്ന് അയ്യം വിളിച്ചു. 3-ാമത്തെ വാക്യത്തിൽ, നീ എന്നെ സമുദ്രമധ്യേ ആഴത്തിൽ ഇട്ടുകളഞ്ഞു, പ്രവാഹം എന്നെ ചുറ്റി, നിന്റെ ഓളങ്ങളും തിരമാലകളും എല്ലാം എന്റെ മീതെ കടന്നുപോയി, നിന്റെ ദൃഷ്ടിയിൽ എനിക്ക് നീക്കം വന്നിരിക്കുന്നു. എങ്കിലും ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. എങ്കിലും എന്നല്ല ശരിക്കും അതിന്റെ ഫ്രേസ്. ഹീബ്രുവിൽ ഒരു അൺസർട്ടൻ വേർഡ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ നിന്റെ ഓളങ്ങളും തിരമാലകളും. അത് തന്നെ യോനയുടെ ഒരു വലിയൊരു തിരിച്ചറിവാണ്. എന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് സാത്താൻ ചെയ്തതാണെന്നല്ല, ആര് ചെയ്തതാണ്? ദൈവം ചെയ്തതാണെന്നാണ്. അപ്പൊ അവന് മനസ്സിലായി എന്താണ്? എന്നെ ഈ ദാരിദ്ര്യ അവസ്ഥയിൽ, എന്നെ ഈ നിരാശയുടെ കയത്തിലേക്ക് തള്ളിയിട്ടത് ആരാണ്? ദൈവമാണ്. നമ്മുടെയൊക്കെ വലിയ പ്രശ്നം, നമുക്ക് എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ അന്നേരം നമ്മൾ പറയുന്നത് സാത്താൻ കൊണ്ടുവന്നതാണെന്നാണ്. അതുകൊണ്ട് സാത്താൻ കൊണ്ടുവന്നതായതുകൊണ്ട് നമ്മൾ പിന്നെ 3 ദിവസം ഉപവാസം ഇരുന്ന് അതിനെ എടുത്തു കളയാനായിട്ട് പരിശ്രമിക്കും. പക്ഷെ എടുത്തു കളയാനല്ല ദൈവം ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ശരി. കാര്യം ദൈവം നമ്മളൊരു പാഠം പഠിപ്പിക്കാനായിട്ട് നമ്മളെ ഒരു പ്രത്യേകമായ അവസ്ഥയിൽ കൊണ്ടുവന്നതായിരിക്കും. പക്ഷെ അത് നമ്മൾ പഠിക്കത്തില്ല. നമ്മളെന്താ ദൈവം കൊണ്ടുവന്ന കാര്യം ആര് കൊണ്ടുവന്നാന്ന് പറയും? സാത്താൻ കൊണ്ടുവന്നാന്ന് പറയും. പക്ഷെ യോനയുടെ ഒരു ഗുണം, നിന്റെ ഓളങ്ങളും തിരകളും എന്നെ മൂടിയെന്നാണ്. എന്നിട്ട് പറയാണ്, എനിക്കിനി രക്ഷപ്പെടാനായിട്ട് യാതൊരു മാർഗവും ഒന്നുമില്ല. എങ്കിലും എന്നല്ല ഇവിടുത്തെ, ഹൗ ഷാൽ ഐ ലുക്ക്, എങ്കിലും ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമെന്നല്ല, എനിക്ക് എങ്ങനെ നിന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് ഇനി നോക്കാൻ പറ്റും? കാരണം നിന്റെ സന്നിധിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നു പോയിരിക്കുന്നു. ഇവൻ ഒളിച്ചോടി പോകുമ്പോഴും ദൈവം അവനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അവന് ദൈവവുമായിട്ടുള്ള അവന്റെ കമ്മ്യൂണിക്കേഷൻ പോലും നഷ്ടപ്പെട്ടിരിക്കുകയാണ്.
അവൻ മരണത്തിലേക്ക് ഏൽപ്പിക്കപ്പെട്ടു എന്നുള്ള ഒരു ചിന്ത അവന്റെ മനസ്സിലേക്ക് ഉണ്ടാകുകയാണ്. വേഴ്സ് 7 പറയുന്നത്, എന്റെ പ്രാണൻ എന്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോൾ ഞാൻ യഹോവയെ ഓർത്തു, എന്റെ പ്രാർത്ഥന നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്റെ അടുക്കൽ എത്തി. ഐ ഫെയിന്റഡ്. അവന്റെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് അവൻ എന്താണ്, അവൻ ഫെയിന്റഡ് ആയിപ്പോയി. അപ്പോൾ അതായത് അവന്റെ പ്രതീക്ഷയുടെ എല്ലാ അവസ്ഥകളും താഴെ പാതാളത്തിൽ അവൻ കിടക്കുന്നു എന്നുള്ള തിരിച്ചറിവുണ്ടായപ്പോൾ അവിടെ വെച്ചാണ് കർത്താവ് അവന്റെ പ്രാർത്ഥന കേൾക്കുന്നത്. അവിടെ വെച്ചാണ് അവന് ദൈവത്തിലേക്കുള്ള ബന്ധത്തിലേക്ക് മടങ്ങി വരുന്നത്. പല സമയത്തും നമുക്ക് നമ്മിലുള്ള സകല പ്രതീക്ഷയും നഷ്ടപ്പെടുമ്പോഴേ നമ്മൾ ദൈവവുമായിട്ടുള്ള കൃത്യതയുള്ള ബന്ധത്തിലേക്ക് മടങ്ങി വരുന്നുള്ളൂ. ഹോളി ലിവിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ സാധാരണ പറയാനുള്ള ഒരു കാര്യമുണ്ട്. പാതാളത്തിൽ കിടക്കുന്നവൻ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട യോനായ്ക്ക് എന്ത് ചെയ്യാണ്? ഒരു പുതിയ ജീവൻ ലഭിക്കുന്നത് പോലെ ഹോളി ലൈഫ് ബിഗിൻസ് ഫ്രം മൈ സെമിട്രി. എന്റെ ശവകുടീരത്തിൽ നിന്ന് മാത്രമേ വാസ്തവത്തിൽ എന്തുണ്ടാകുന്നുള്ളൂ? ഒരു വിശുദ്ധ ജീവിതം ശരിക്കും സംഭവിക്കുന്നുള്ളൂ. എന്നിൽ എന്തെങ്കിലും പ്രതീക്ഷ ബാക്കിയുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യത്തില്ല? ദൈവത്തിൽ ആശ്രയിക്കത്തില്ല. ഞാൻ തന്നെ പരിശ്രമിച്ച് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കും. ഞാൻ തന്നെ പരിശ്രമിച്ച് നന്മ ചെയ്യാൻ നോക്കും. ഞാൻ തന്നെ പരിശ്രമിച്ച് നല്ലവനാകാൻ നോക്കും. പറ്റത്തില്ല. ഞാൻ എന്നിൽ തന്നെ എന്റെ പ്രാണൻ ക്ഷയിക്കുന്ന ഒരു സ്റ്റേജിൽ. ജെറമ്യായുടെ പുസ്തകം 29 അധ്യായത്തിന്റെ 13 വാക്യത്തിൽ അവിടെ കർത്താവ് പറയുന്ന ഒരു വാക്കുണ്ട്. എന്താ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്? നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിക്കും, അപ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. അതായത് മിക്കപ്പോഴും നമ്മൾ അന്വേഷിക്കുന്നത് പൂർണ്ണ ഹൃദയത്തോടെ അല്ല. എന്തുകൊണ്ടാ? നമുക്ക് എന്തെങ്കിലും ഒരു പോസിബിലിറ്റി ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല? പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കത്തില്ല. ഇവിടെ അതാ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ പൂർണ്ണമായും നിരാശ തോന്നുന്ന, ദാരിദ്ര്യം അനുഭവിക്കുന്നതായ ഒരു സ്റ്റേജ്. അങ്ങനൊരു സ്റ്റേജിലാണ് നമ്മൾ കർത്താവിൽ ആശ്രയിക്കുന്നത്. അങ്ങനെ ആശ്രയത്തിന് സഹായകരമാകുന്നു എന്നതുകൊണ്ടാണ് ദാരിദ്ര്യം ഒരു ഭാഗ്യാവസ്ഥയാകുന്നത്. അല്ലാതെ നാച്ചുറലി പുവർ ആണെന്ന് പറയുന്നത് ഒരു ഭാഗ്യാവസ്ഥയല്ല. ആണോ? അല്ല. പക്ഷേ എന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെടുന്നത് ഒരു ഭാഗ്യാവസ്ഥയാകുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ദൈവത്തിൽ ആശ്രയിക്കത്തുള്ളൂ. നമ്മൾ മനുഷ്യരല്ലയോ? അതുകൊണ്ട് എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് ബാക്കിയുണ്ടെങ്കിൽ ഞാൻ അതിൽ പിടിച്ചുകൊണ്ട് കിടക്കും. അപ്പൊ എന്റെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെടുമ്പോൾ നമുക്ക് സ്തോത്രം ചെയ്യാൻ കഴിയണം. കാര്യം അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിക്കുന്നത്. ദൈവാശ്രയത്തെ കുറിച്ച് പറയുമ്പോഴെല്ലാം ഞാൻ പറയാനുള്ള ഉദാഹരണമുണ്ട്. ഗാഡ് ഈസ് നോട്ട് ജസ്റ്റ് എ വാക്കിംഗ് സ്റ്റിക്ക്. വാക്കിംഗ് സ്റ്റിക്കിന്റെ പ്രത്യേകത എനിക്ക് നടക്കാം, പിന്നെ ഒരു സഹായം കൂടെ, ഒരു താങ്ങൂടെ ആകട്ടെ എന്നുള്ളതാണ് വാക്കിംഗ് സ്റ്റിക്ക്. പക്ഷേ ദൈവാശ്രയം എന്ന് പറയുന്നത് ഒരു വാക്കിംഗ് സ്റ്റിക്ക് പിടിച്ചുകൊണ്ട് നടക്കുന്നതല്ല, ഒരു സ്ട്രെച്ചറിലേക്ക് ചെന്ന് വീഴുന്നതാണ്. സ്ട്രെച്ചറിന്റെ പ്രത്യേകതയുണ്ട്. എന്താ? അവൻ ഒരിക്കലും നടക്കാൻ പറ്റത്തില്ല. എന്ത് ചെയ്യണം? എടുക്കണം. ഇതുപോലെ ദൈവത്തിന്റെ കയ്യിൽ ഞാൻ ചെന്ന് വീഴണം. അങ്ങനെ വീഴണമെങ്കിൽ എന്റെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെടണം. We need to abandon ourselves into the hands of God. And I am sure that He will never abandon us to somebody else's hands. നമ്മളെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മൾ എറിഞ്ഞു കൊടുക്കണം. എറിഞ്ഞു കൊടുക്കണമെങ്കിൽ എനിക്ക് ഒരു കച്ചിത്തുരുമ്പ് പോലും ബാക്കി ഉണ്ടാകാൻ പാടില്ല. പൂർണ്ണമായ ദാരിദ്ര്യം എനിക്ക് ഫീൽ ചെയ്യണം. എനിക്ക് യാതൊരു പ്രതീക്ഷയും, മാനുഷികമായ നിലയിലുള്ള എന്റെ സകല പ്രതീക്ഷകളും തകരണം. അപ്പോഴാണ് ദൈവാശ്രയത്തിലേക്ക് ഞാൻ വളരുന്നതും അത് അനുഗ്രഹം